മാർച്ച് മാസം ആൾമോസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. പക്ഷെ അശ്വതി നക്ഷത്രക്കാരുടെ അടുത്ത് ഒരു ചോദ്യമേ ഉള്ളൂ. നിങ്ങൾക്ക് തോന്നിയോ ലൈഫ് മാർച്ച് മാസത്തിൽ സ്റ്റക്കായ പോലെ നിങ്ങൾ അർഹിക്കുന്നത് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയോ? അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം അത്ര ഈസി ആയിരുന്നില്ല. പക്ഷെ ഏപ്രിൽ മാസവും അത്ര ഈസി അല്ല, ഒരു സാധാരണ മാസമല്ല. ഒരു ചെറിയൊരു കംബാക്ക് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ പിന്നെയും ഒരു റിവഞ്ച് മന്തും കൂടിയാണ് ഏപ്രിൽ മാസം. അശ്വതി നക്ഷത്രക്കാരെ പറ്റി പൊതുവേ എല്ലാവരും പറയുന്നത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കും, അതുപോലെ ക്ഷമയില്ല, ഭയങ്കര എനർജി കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്കൊരാരും പറയാത്ത സീക്രട്ട് ഉണ്ട്. നിങ്ങൾ സൈലന്റ് ആയിട്ട് എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ പുറത്ത് കാണിക്കുന്നത് വെറും എനർജി മാത്രമാണ്, പക്ഷെ ഉള്ളിലോ എല്ലാം ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു, ആളുകളുടെ വീക്ക്നെസ് മനസ്സിലാക്കുന്നു, ആരെ ട്രസ്റ്റ് ചെയ്യണം, ആരെ വേണ്ടാന്ന് വെക്കണം എന്ന് മനക്കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരാളെ ലൈഫിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യുമ്പോൾ അവർ പിന്നെ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി കണക്റ്റ് ആവണ ഒരാൾ വേണം, പക്ഷെ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല. പ്രണയം വേണം, അറ്റൻഷൻ വേണം, പക്ഷെ കൺട്രോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇത് നിങ്ങളുടെ സ്ട്രെങ്ത് തന്നെയാണ്, പക്ഷെ അത് നിങ്ങളുടെ വീക്ക്നെസ്സും കൂടിയാണ്. നിങ്ങളെ ആരെങ്കിലും റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ അവരായിട്ട് നിങ്ങൾ എന്തായാലും ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്യില്ല. ഫേക്ക് ആളുകളെ നിങ്ങൾ ടോളറേറ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് നിങ്ങളെ മനസ്സിലാക്കാൻ ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ദേഷ്യം വന്നാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു റിവഞ്ച് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ പ്രതികാരം ചിലപ്പോൾ ചെയ്തു എന്നൊക്കെ വരും. നിങ്ങൾ ആരെങ്കിലും അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര വിഷമാവുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലുണ്ട്, നല്ല ബോൾഡാണ്, റിസ്ക് എടുക്കാനുള്ള ധൈര്യമുണ്ട്. കുറച്ച് വൈകിയാലും വിജയിക്കും നിങ്ങൾ. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. നിങ്ങൾക്ക് പ്ലാനുകളെല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ജോലി സ്ഥലത്താണെങ്കിൽ എല്ലാം ഡീലേ, വിചാരിച്ച റിസൾട്ടും കിട്ടിയില്ല. ചിലർക്ക് ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടായിട്ടുണ്ടാവാം. ഒരു പരിധിവരെ നിങ്ങൾക്ക് അതെന്തായാലും കൺട്രോൾ ചെയ്താൽ പറ്റിയിട്ടുണ്ടാവും. ഞാൻ ഡിസർവ് ചെയ്യുന്നത്, ഞാൻ അർഹിക്കുന്ന റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് മാർച്ച് മാസത്തിൽ എന്തായാലും തോന്നിയിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ പൈസയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ കുറച്ച് മെല്ലെ ആയിരുന്നു. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ വിചാരിക്കാത്ത സാധനങ്ങൾ പെട്ടെന്ന് ഇമോഷണൽ ബേസ്ഡ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും മാർച്ച് ആദ്യ മാസത്തിൽ. അതുകൊണ്ട് സേവിങ്സ് കുറഞ്ഞു പോയി. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് അതൊക്കെ കണ്ടിന്യൂ പോലെ ഫെബ്രുവരിയിലുള്ള പോലെ മാർച്ചിലും കണ്ടിന്യൂ ആയിട്ടുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. ഒരാൾ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ചിലർക്ക് പഴയ ആൾക്കാരെ വീണ്ടും മനസ്സിൽ വന്നിട്ടുണ്ടാവാം. വെറുതെ ആലോചിച്ച് കുറേ കൂട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാർച്ച് മാസത്തിൽ. അത് ഏപ്രിൽ മാസത്തിലും അങ്ങനെയൊക്കെ തുടരും. ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവും. ആരും മനസ്സിലാക്കുന്നില്ല എൻ്റെ വിഷമങ്ങൾ എന്നൊരു വിചാരം നിങ്ങൾക്കുണ്ടാവും. മാർച്ച് മാസം നിങ്ങളെ കുറച്ച് മെൻ്റലി ടെസ്റ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യം, അതൊരു ഗിവ് അപ്പ് അല്ല. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എന്തായാലും ഒരു കംബാക്ക് കുറേയൊക്കെ നടത്തും. പുതിയ ഓപ്പർച്യൂണിറ്റി വരും. അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇൻ്റർവ്യൂ കാൾ എന്തായാലും വരികയും ചെയ്യും. ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഏപ്രിൽ. ഓഫീസ് പൊളിറ്റിക്സ് കുറച്ച് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ പാരവയ്ക്കൽ കുറച്ച് കമ്മിയാവും. കാരണം നിങ്ങൾക്ക് റെക്കഗ്നേഷൻ കിട്ടാൻ തുടങ്ങും. ഏപ്രിലിൽ സാമ്പത്തികമെല്ലാം ഒരുപോലെ തന്നെ, പക്ഷെ മാർച്ചിൽ അതേപോലത്തെ ചിലവ് ഏപ്രിലിലും ഉണ്ടാവും. ഒരു സൈഡ് ഇൻകം എങ്ങനെ കിട്ടുന്നുള്ള ഒരു സെർച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാം. പണം കടം കൊടുത്തത് എന്തായാലും കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഓവർ സ്പെൻഡിങ് അവോയ്ഡ് ചെയ്യണം. ഇത് ഞാൻ ഫെബ്രുവരി മാസത്തിലും പറഞ്ഞു, പക്ഷെ മാർച്ച് മാസത്തിൽ നിങ്ങൾ അറിയാണ്ട് ചിലവാക്കിയിട്ടുണ്ടാവാം. അതേപോലെ ഏപ്രിൽ മാസത്തിലും നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ ചിലവാക്കാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിക്കാത്ത പ്രശ്നം നിങ്ങൾക്കുണ്ട്, അത് തുടരാനും സാധ്യത കൂടുതലാണ്. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ആൾറെഡി മാർച്ച് മാസത്തിൽ നിങ്ങളെല്ലാം എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കും. ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല, അതെല്ലാം കഴിഞ്ഞു. എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് എന്തായാലും ഫലം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വിജയ സാധ്യത എന്തായാലും ഏപ്രിലുണ്ട്. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ എന്തായാലും ഇൻക്രീസ് ആവും. റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ ഒരു മേജർ ചേഞ്ച് എന്തായാലും ഉണ്ടാവും. വല്ല ഡിസ്റ്റൻസ് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പ് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ കുറച്ച് ക്ലിയർ ആവും. ചിലർക്ക് പുതിയൊരു പ്രണയം എന്തായാലും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു ഓപ്ഷൻ വരും. ആരെ ചൂസ് ചെയ്യണമെന്നത് കൺഫ്യൂസ് ആവും. ബിസിനസ്സിൽ നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആണ് ഗ്രോത്ത്. പുതിയ ഡീല് വരും. ക്ലയൻറ്റിൻ്റെ ഒക്കെ ചാൻസ് ഉണ്ട്. റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് ലാഭം കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. ഏപ്രിലിൽ കുറച്ച് കോൺഫിഡൻസ് നിങ്ങൾക്ക് പീക്കായിരിക്കും. നിങ്ങൾ സംസാരിച്ചാൽ എന്തായാലും ആളുകൾ ശ്രദ്ധിക്കും. ആളുകൾ അട്രാക്റ്റ് ആവുകയും ചെയ്യും. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡറാണ് അട്രാക്റ്റ് ആവുക. നിങ്ങൾ പറയുന്ന വേർഡ്സിന് എല്ലാം വെയിറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് പവർ കൂടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, റോങ് ആളുകളെ ലൈഫിൽ അലോ ചെയ്യരുത്.
ടെമ്പററി അട്രാക്ഷൻ കുറച്ച് അവോയ്ഡ് ചെയ്യണം. അവർ ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ പിടികിട്ടും. അശ്വതി നക്ഷത്രക്കാർ മാർച്ച് നിങ്ങളെ ടെസ്റ്റ് ചെയ്തു, ഏപ്രിൽ അതിൻ്റെ ഒരു റിവാർഡ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും ലൈഫ് റീസെറ്റ് ചെയ്യാൻ. അത് ഏപ്രിലിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്ന ആളുകളെ മാത്രം ലൈഫിലേക്ക് അലോ ചെയ്യുക. ഏപ്രിൽ അവസാനം നിങ്ങളെ ഇഗ്നോർ ചെയ്തവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഭരണി നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നിയോ ചില ആളുകൾ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണു, തെറ്റിദ്ധരിക്കുന്നു എന്നൊക്കെ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനെ കൂടുതലും വരാൻ സാധ്യതയുണ്ട്. അത്ര ഈസി ആയിരുന്നില്ല. നിങ്ങൾ പലപ്പോഴും പലരെ അവഗണിച്ചു, നിങ്ങളെ ഡൗട്ട് ചെയ്തവർ അതിലുണ്ടായിരുന്നു. പക്ഷേ ഏപ്രിലിൽ ഒരു ചെറിയ മൗനമായിട്ടുള്ളൊരു റിവഞ്ച് മന്ത് തന്നെയാണ്. ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് എല്ലാവരും പറയണത് നിങ്ങൾ ഭയങ്കര പിടിവാശിയാണ്, ഒടുക്കത്തെ ഇമോഷണലാണ്, സെൻസിറ്റീവാണ്, ഇൻറ്റൻസിറ്റിയും കൂടുതലാണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഹിഡൻ ട്രൈറ്റ് ഉണ്ട്, നിങ്ങൾ എക്സ്ട്രീം ലോയലാണ്. അതായത് നിങ്ങൾ കൂടെയുള്ളവരെ ചതിക്കില്ല, അവരുടെ അടുത്ത് കളവ് പറയില്ല. നിങ്ങൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്താൽ അവർക്കായി എല്ലാം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവും. 2-3 ഉദാഹരണം ഞാൻ പറയാം. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു ലേഡിയാണ്, ഇപ്പോൾ ബന്ധുവില്ല, കുറെ മുമ്പുള്ള ഒരു ലേഡിയായിരുന്നു, ഭരണി നക്ഷത്രക്കാരിയായിരുന്നു ഇങ്ങനെ. പക്ഷെ കുറെ പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ അവൾ തെരഞ്ഞെടുത്തത് പ്രോസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അതും അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് തെരഞ്ഞെടുത്തതും കൊണ്ട് തന്നെ ഇനി ഞാൻ നീയായിട്ട് കോണ്ടാക്ട് വെക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവൾ കുറെ കരഞ്ഞിട്ട് പോയത്, വീട്ടിലെ സാഹചര്യം ഒന്നും ശരിയല്ലാത്ത പോയത്. പിന്നെ പേഴ്സണലി എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇപ്പൊ നല്ല സ്ഥിതിയിലാണ്. ഒക്കെ ഈ പ്രോസ്റ്റിറ്റ്യൂഷനിലാണ് നടത്തുന്നത്, ഖത്തറിലാണ് ആള് വർക്ക് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് തന്നെ ആള് പോകുന്നുണ്ട്. പക്ഷെ പേഴ്സണലി കോണ്ടാക്ട് ഇല്ല. പക്ഷെ അത്രയും ലോയലാണ്. ഇതൊക്കെ ഒരാളുടെ അടുത്ത് അവർ പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ. അങ്ങനെയാണ് അവർ. അത്രയും കൂടെയുള്ളവരെ അവർ ചതിക്കില്ല, അവർ എന്തുണ്ടെങ്കിലും പറയും. നിങ്ങൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും എല്ലാം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾ റോങ് ആളുകളെ ട്രസ്റ്റ് ചെയ്യും, നിങ്ങൾ തെറ്റായ ആളുകളെ വിശ്വസിക്കും. അതുകൊണ്ട് പെയിൻ കൂടുതലായിട്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വേദന വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്. നിങ്ങൾക്ക് 2 സ്വഭാവമുണ്ട്. പുറത്ത് സ്ട്രോങ് ആയിരിക്കും, പക്ഷേ ഉള്ളിൽ സെൻസിറ്റീവാണ്. ആരെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്താൽ നിങ്ങൾ ഉടനെ റിയാക്ട് ചെയ്യില്ല, പക്ഷെ അത് മനസ്സിൽ ഇങ്ങനെ വെക്കും. നിങ്ങൾക്ക് കുറച്ച് ഡേഞ്ചറസ് പോയിന്റ് ഉണ്ട്. നിങ്ങൾ റിവഞ്ച് സൈലന്റ് ആയിട്ട് എടുക്കും. അതിനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടാവും. ഒരു സമയം കിട്ടിയാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരും. നിങ്ങൾ നല്ല ലീഡർഷിപ്പ് സ്കില്ലുള്ളവരാണ്, നല്ല ഡെഡിക്കേറ്റഡും ആണ്, നല്ല വർക്കഹോളിക്കും ആണ്. ഒരു തവണ ഒരു കാര്യം ഡിസൈഡ് ചെയ്താൽ പിന്നെ അതെന്തായാലും കംപ്ലീറ്റ്ലി തീർക്കും. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇമോഷണലും ആയിരുന്നു, കുറച്ച് സ്ട്രെസ്സുള്ള ഒരു മന്തായിരുന്നു. ജോലി സംബന്ധമായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു, അപ്രീസിയേഷൻ കിട്ടിയില്ല. ചിലർക്ക് ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തോന്നിയിരിക്കും എനിക്ക് വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് ഇൻക്രീസ് ആയി, സേവിങ്സ് കുറവായി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ചതിച്ചു എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവും, ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും, ഒരാൾ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലർക്ക് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും, ഇമോഷണൽ ആയിട്ടുണ്ടാവും. മാനസികാവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒറ്റപ്പെടലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ പുറത്ത് നല്ല സ്ട്രോങ് ഒക്കെ ആയിട്ടാണ് നിങ്ങളെ അഭിനയിച്ചത്. മാർച്ച് നിങ്ങളെ ഇമോഷണലി നന്നായിട്ട് ടെസ്റ്റ് ചെയ്തു. പക്ഷെ ഏപ്രിൽ മാസത്തിൽ അങ്ങനെയല്ല. ഒരു പുതിയ റെസ്പോൺസിബിലിറ്റി വരും, കരിയർ പരമായിട്ട് പ്രമോഷൻ, റെക്കഗ്നിഷൻ ചാൻസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരും. ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരും. ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം മാറിയാൽ മതി, അല്ലാണ്ട് മാറരുത്. ജോലി വളരെ സ്ട്രെസ് ആണെങ്കിൽ ഒരു 5 ദിവസത്തോളം നിങ്ങൾ ലീവ് എടുക്കുകയായിരിക്കും നല്ലത്. ട്രാവൽ ചെയ്യുന്നത് നന്നായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് നന്നായിരിക്കും. ജോലി കാര്യത്തിൽ വേറെ ഇടപെടാണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം കുറച്ച് നന്നായിട്ട് തന്നെ വരും. സൈഡ് ഇൻകം ചാൻസ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്ലോലി എന്തായാലും വരും. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ എന്തായാലും കുറച്ച് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ എന്തായാലും ബെറ്റർ പെർഫോമൻസ് തന്നെ ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. റിലേഷൻഷിപ്പിൽ ഏപ്രിൽ എന്തായാലും ഒരു ബിഗ്ഗസ്റ്റ് ചാൻസ് കാണുന്നുണ്ട്. പഴയ വ്യക്തി വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പുതിയൊരു സ്ട്രോങ് കണക്ഷൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും.
വരും. ആരെ ട്രസ്റ്റ് ചെയ്യണമെന്ന് കെയർഫുൾ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. ബിസിനസ്സിൽ നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഒക്കെ എന്തായാലും കാണുന്നുണ്ട്. പുതിയ ഡീൽസ് വരുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് മിക്കവാറും നടക്കാൻ ചാൻസ് ഉണ്ട്. റിസ്ക് എടുത്താൽ നല്ല പ്രോഫിറ്റ് എന്തായാലും വരും. വിഷുവിന് മുമ്പ് റിസ്ക് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ അട്രാക്ഷൻ പീക്ക് ആയിരിക്കും. നിങ്ങൾ സൈലന്റ് ആയാലും ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും. നിങ്ങളുടെ കണ്ണ്, ആറ്റിറ്റ്യൂഡ്, കോൺഫിഡൻസ് ആളുകളെ അട്രാക്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളെ ഇഗ്നോർ ചെയ്തവർ നിങ്ങളെ വീണ്ടും അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രതികാരം തീർക്കാൻ നിൽക്കരുത്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക ഏപ്രിൽ മാസത്തിൽ. കാരണം നിങ്ങൾ പവർഫുൾ ആവും ഏപ്രിൽ മാസത്തിൽ. നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ ഒരു ചെറിയൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് ലൈഫ് കൺട്രോൾ ചെയ്യാൻ. അതുകൊണ്ട് ഇമോഷൻസ് കൊണ്ട് ഡിസിഷൻ എടുക്കരുത്. ലോജിക്കോടെ തിങ്ക് ചെയ്യുക. നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ റെസ്പെക്റ്റ് ചെയ്യും. ഏപ്രിൽ അവസാനമായിരിക്കും റെസ്പെക്റ്റ് ചെയ്യുക. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസം കഴിഞ്ഞ പിന്നെ ആളുകൾ നിങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും ഈ മാർച്ച് മാസത്തിൽ. പക്ഷെ ഏപ്രിലിൽ കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഒരു പവർ ഷിഫ്റ്റിംഗ് മന്ത് തന്നെയായിരിക്കും. കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അഗ്രസീവ് ആണ്, ഡൊമിനന്റ് ആണ്, താഴ്ന്നു കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഇഡൻ ട്രൂത്ത് നിങ്ങൾക്കുണ്ട്. ഇന്നർ ഫയറിന് ഇപ്പം എന്താ പറയുക, ഇന്നർ ഫയർ എന്ന് വെച്ചാൽ ഉള്ളിൽ ഭയങ്കര തീയായിരിക്കും. നിങ്ങൾ കാമായി ഇരിക്കുമ്പോഴും ഉള്ളിലൊരു ഫയർ ആൾവേസ് ബേൺ ചെയ്തും കൊണ്ടേയിരിക്കും. നിങ്ങളെ ഒരാൾ ട്രീറ്റ് ചെയ്താൽ നിങ്ങളത് മറക്കില്ല. പക്ഷെ നിങ്ങൾ ക്ഷമിച്ചു വിടും, പക്ഷെ ഒരിക്കലും മറക്കില്ല. വേറെ പെർഫെക്ഷൻ മൈൻഡ് സെറ്റ് ആണ്. എന്ത് കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ റിസൾട്ടും വരില്ല. കാരണം അതിന്റെ ഫലം നിങ്ങൾക്ക് ഡിപ്രഷൻ ആയിരിക്കും ഉണ്ടാവുക. റിലേഷൻഷിപ്പിൽ പോലും ഒരു ഹൈ സ്റ്റാൻഡാണ്, താഴ്ന്നു കൊടുക്കില്ല എന്നുള്ളൊരു വിചാരമാണ്. ഇതൊരു പ്രോബ്ലമാണ്. നിങ്ങൾക്ക് മാച്ച് ആവുന്ന ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സിംഗിൾ ആയിരിക്കും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾ ആങ്കർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നല്ല പ്രോബ്ലം ഉണ്ടാവും. ഈഗോ ക്ലാഷ് ഉണ്ടാവും. ഡൊമിനേറ്റിംഗ് നേച്ചർ കൂടുതലാണ്. നല്ല ലീഡർഷിപ്പും ഉണ്ട്, നല്ല ഡിസിപ്ലിനും ഉണ്ടാവും. സ്ട്രോങ് ഡിസിഷൻ മേക്കിംഗ് ആവും. ഒറ്റ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു തീരുമാനത്തിൽ മാത്രമേ എപ്പോഴും നിൽക്കാറുണ്ട്. നിങ്ങളൊരു കാര്യം ഡിസൈഡ് ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യാതെ വിടില്ല. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് പ്രഷറും കോൺഫ്ലിക്റ്റും ഉള്ള ഒരു മന്തായിരുന്നു. ഓഫീസിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. അതോറിറ്റി ആയിട്ട് ഇഷ്യൂ, ബോസ് ആയിട്ട് വെറുതെ തർക്കം, അതും കൊളീഗായിട്ടുള്ള ക്ലാഷ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്നെ ആരും കൺട്രോൾ ചെയ്യാൻ പാടില്ല, ആരെങ്കിലും എന്തെങ്കിലും പണി ചെയ്യടാന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ദേഷ്യം വരികയോ ചെയ്യാം. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ മണി ഫ്ലോ കുറച്ച് അൺസ്റ്റേബിൾ ആയിരുന്നു. വിചാരിക്കാത്ത എക്സ്പെൻസ് വന്നു. ചില ഇൻവെസ്റ്റ്മെന്റ് ലോസ് ആയിട്ട് തോന്നിയിരിക്കും. റിലേഷൻഷിപ്പിൽ ഇതേ ഈഗോ ക്ലാഷ്, ആർഗ്യുമെന്റ്, കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ, ചിലർക്ക് റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് തന്നെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ ദേഷ്യം, ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ, പേഷ്യൻസ് ഒക്കെ കുറവായിട്ട് നിങ്ങൾക്ക് തോന്നും. മാർച്ച് നിങ്ങളെ മെന്റലി ശരിക്കും പറഞ്ഞാൽ പ്രൊവോക്ക് ചെയ്തു. പക്ഷെ ഏപ്രിൽ മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് കൺട്രോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു അതോറിറ്റി കൂടും. കാരണം നിങ്ങൾ താഴ്ന്നു കൊടുക്കാത്തതുകൊണ്ട് നിങ്ങളെ ചിലരൊക്കെ റെസ്പെക്ട് ചെയ്ത് നിങ്ങളുടെ തീരുമാനത്തിൽ കാണിച്ച് അവർ കൂട്ടു നിൽക്കും. ചേഞ്ച് ആഗ്രഹിക്കുന്നവരൊക്കെ നല്ലൊരു മന്ത് തന്നെയാണ് ഏപ്രിൽ. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ തന്നെയാണ്. കുറച്ച് ലാഭമൊക്കെ കിട്ടുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും കുറച്ച് ഇംപ്രൂവ് ചെയ്യണം. പക്ഷെ ഒരു വാണിങ്, വെറുതെ ഓരോന്ന് വാങ്ങിക്കൂട്ടരുത്. ശമ്പളമൊക്കെ കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ 65% ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ മാറ്റി വെക്കണം. എഡ്യൂക്കേഷനിൽ എന്തായാലും ഫോക്കസ് കറക്റ്റ് ആയിരിക്കും. എഴുതിയ പരീക്ഷയിലൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട്. പെർഫോമൻസ് നന്നായിട്ട് ചെയ്യും. ഡിസിപ്ലിൻ എന്തായാലും കൂടും. റിലേഷൻഷിപ്പ് ഏപ്രിൽ മാസത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് ക്ലിയർ ആവും. കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യും. ചിലർക്ക് പുതിയൊരു സ്ട്രോങ് പാർട്ട്ണറിന്റെ ഒരു എൻട്രി കിട്ടും. അവരെ എടുത്ത് ചാടിയിട്ട് ഇഷ്ടമാണെന്നൊന്നും പറയരുത്. സാധാ സംസാരം തന്നെ സംസാരിക്കുക. ഈഗോ കൺട്രോൾ ചെയ്യണം. ഡൊമിനേറ്റിംഗ് ആറ്റിറ്റ്യൂഡ് കുറയ്ക്കണം. ബിസിനസ്സിൽ എന്തായാലും ഗ്രോ തന്നെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോളും. നല്ലൊരു മന്ത് തന്നെയാണ്. റിസ്ക് എടുത്ത പ്രോഫിറ്റ് ആണ്. പക്ഷേ ഏപ്രിൽ അവസാനത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യൽ മാറ്റരുത്. ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ചെയ്യണം. ഏപ്രിൽ ഒരു ചെറിയ പ്രസൻസ് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നും. അതുകൊണ്ട് എപ്പോഴും രാവിലെ എണീച്ചതും കുളിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ റൂമിൽ വന്നാൽ ആളുകൾ നോട്ടീസ് ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾ എന്തായാലും എപ്പോഴും കോസ്റ്റ്യൂം ഏപ്രിലിൽ ധരിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ കോൺഫിഡൻസ്, ആറ്റിറ്റ്യൂഡ് ആളുകളെ എന്തായാലും അട്രാക്ട് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങളെ ഒപ്പോസ് ചെയ്തവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ദേഷ്യം കൺട്രോൾ ചെയ്യണം. ഈഗോയുള്ള ഡിസിഷനും അവോയ്ഡ് ചെയ്യണം. ഞാൻ ഇടയിലിടയിൽ അറിയാണ്ട് കുറേ ഇംഗ്ലീഷ് വാക്കുകൾ പറഞ്ഞു പോകുന്നുണ്ട്. പരമാവധി ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വന്നു പോകുന്നതാണ്. അപ്പോൾ അതിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു.
രോഹിണി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം കുറച്ച് ഡേഞ്ചറാണ്. കാരണം വിചാരിക്കാത്ത ആളുകളെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നാച്ചുറലി അട്രാക്റ്റീവാണ്, പക്ഷേ ഏപ്രിലിൽ ഒരു നെക്സ്റ്റ് ലെവൽ അട്രാക്ഷനാണ്. ആളുകൾക്ക് നിങ്ങളെ അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു മാസം തന്നെയാണ്. കാരണം രോഹിണി നക്ഷത്രക്കാർ എല്ലാവരും പറയുന്ന അട്രാക്റ്റീവാണ്, ചാർമിംഗ് ആണ്, ഇമോഷണൽ ആണ്. പക്ഷെ ആരും പറയാത്തൊരു ഇടൻ ട്രൂത്ത് ഉണ്ട്, നാച്ചുറൽ മാഗ്നറ്റിസമാണ്. എല്ലാവരെയും കാന്തം പോലെ ഇവർ വലിക്കും. നിങ്ങളൊന്നും ചെയ്യാതെ തന്നെ ആളുകൾക്ക് നിങ്ങളിലേക്ക് അട്രാക്ഷൻ ഉണ്ടാവും. നിങ്ങൾ സംസാരിക്കുന്ന രീതി, സ്മൈൽ, കണ്ണുകൾ പോലും ആളുകളെ പുള്ള് ചെയ്യും. മറ്റൊരു സീക്രട്ട്, നിങ്ങൾ ലക്ഷറി മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്ക് ആർഭാടപൂർണ്ണം ജീവിക്കണം എന്ന ആഗ്രഹം. നിങ്ങൾക്ക് നോർമൽ ലൈഫ് ഇഷ്ടമല്ല, നല്ലത്, എക്സ്പെൻസീവ്, ക്ലാസ് ഇതൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നല്ല ചിലവും നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലായിടത്തുനിന്നും കടവും വാങ്ങിയിട്ടുണ്ടാവും. അറ്റാച്ച്മെൻറ്റ് പ്രോബ്ലം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നന്നായി അറ്റാച്ച് ചെയ്യും, വിട്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പൊസസീവ്നെസ് നല്ല കൂടുതലായിരിക്കും, ജലസിയും കൂടുതലായിരിക്കും. നിങ്ങൾ ഒരുപാട് ആലോചിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർ നിങ്ങളെ ഇട്ടിട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ക്രിയേറ്റിവിറ്റി, ബ്യൂട്ടി സെൻസ്, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. മറ്റുള്ളവരെ ആകർഷിക്കും, അത് നിങ്ങളുടെ ഒരു ഗിഫ്റ്റ് തന്നെയാണ്. മാർച്ച് മാസം രോഹിണി നക്ഷത്രക്കാർക്ക് കുറച്ച് ഇമോഷണലി കൺഫ്യൂഷൻ ഉണ്ടായ ഒരു മന്താണ്. കരിയർ പരമായിട്ട് നോക്കുമ്പോൾ ഫോക്കസ് കറക്റ്റായി കിട്ടിയില്ല, ഡിസ്ട്രാക്ഷൻ, വിചാരിച്ച ഗ്രോത്ത് വന്നില്ല. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ആവശ്യമില്ലാണ്ട് കുറേ വാങ്ങി വെച്ചു. എല്ലാ ലക്ഷറി ഐറ്റംസും ആയിരിക്കും, അത് നല്ല വിലയുള്ളത് വാങ്ങിയിട്ടുണ്ടാവും. സേവിങ്സും കുറവായി. റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഓവർ തിങ്കിങ്, ഇൻസെക്യൂരിറ്റി. ചിലർക്ക് ഒരാൾ ഡിസ്റ്റൻസ് എടുത്തു. നിങ്ങൾക്ക് തോന്നിയിരിക്കും അവൻ അല്ലെങ്കിൽ അവൾ മാറിപ്പോയി എന്നൊക്കെ. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് ഇമോഷണലി നല്ല ഇംബാലൻസ് ആണ്. മൂഡ് സ്വിങ്സ് നന്നായിട്ടുണ്ടാവും. ലോൺലിനെസ് നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മാർച്ച് മാസം നിങ്ങളെ നന്നായിട്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഈ ഏപ്രിൽ മാസത്തിൽ ഒരു അട്രാക്ഷനും ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്ന ഒരു മാസമാണ്. പുതിയ ഓപ്പർച്യൂണിറ്റി എന്തായാലും കിട്ടും. ക്രിയേറ്റീവ് ഫീൽഡിൽ ഗ്രോത്ത് ഉണ്ട്. റെക്കഗ്നിഷൻ എന്തായാലും നല്ല ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് സ്പോട്ട് ലൈറ്റ് എന്തായാലും ലഭിക്കും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകമൊക്കെ അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ ലക്ഷറി സ്പെൻഡിങ് കൂടാനാണ് കേട്ടോ സാധ്യത ഏപ്രിൽ മാസത്തിൽ. അതുകൊണ്ട് ഏപ്രിൽ മാസത്തിൽ സാമ്പത്തികം വീണ്ടും കുറച്ച് തകരാറിലാവും. നിങ്ങൾ ആ സ്പെൻഡിങ് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാവും. സേവിങ്സ് നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. കോൺസെൻട്രേഷൻ കൂട്ടാൻ ശ്രമിക്കും. ആർട്ടിസ്റ്റിക് ഫീൽഡിലുള്ളവർക്കാണ് സക്സസ് കാണുന്നത്. റിലേഷൻഷിപ്പിൽ ഒരു പുതിയ പ്രണയം എന്തായാലും എൻട്രി ചെയ്യും. ചാടിക്കയറിയിട്ട് ഒന്നും പറയണ്ട. അട്രാക്ഷൻ എന്തായാലും ഇൻക്രീസ് ആവും. പല ആളുകൾ നിങ്ങളോട് ഇൻട്രസ്റ്റ് കാണിക്കും. പഴയ ആൾ തിരിച്ച് വരാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. ചോയ്സ് എപ്പോഴും നിങ്ങളുടെ കയ്യിലാണ്. അതിനനുസരിച്ചിട്ടേ ഭാവി മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ ശ്രദ്ധിക്കണം, ഇമോഷണലി ആയി ട്രാപ്പ് ആകരുത്. ബിസിനസ്സിൽ എന്തായാലും ഗ്രോത്ത് എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. സോഷ്യൽ മീഡിയ, ക്രിയേറ്റീവ് ബിസിനസ് ഉള്ളവർക്കൊക്കെ സക്സസ് ആണ്. പുതിയ ക്ലയൻസും വരും. അട്രാക്ഷനിൽ നിങ്ങളുടെ ചാമ പീക്കായിരിക്കും. അങ്ങനെ പീക്കെല്ലാം തോന്നി അതിന് വേണ്ടി എന്ത് വേണിച്ചാലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ തന്നെ ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും. പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ജെൻഡർ. നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ അവർക്ക് പറ്റില്ല. നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ വൈബ് എല്ലാം അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസും പവറും കൂടും. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് പവറും നന്നായിട്ട് തന്നെ കൂടും. ഒരു കാര്യം കൂടി പറയാം, റോങ് ആളുകളെ ട്രസ്റ്റ് ചെയ്യരുത്, ആരെയും വിശ്വസിക്കരുത്. ടെമ്പററി അട്രാക്ഷൻ അവോയ്ഡ് ചെയ്യണം. ഒരാവശ്യത്തിന് ഉപയോഗിച്ചിട്ട് കളയാനും പാടില്ല, അത് ദോഷം ചെയ്യും. പക്ഷെ പവർ ശരിയായി യൂസ് ചെയ്താൽ ലൈഫ് കംപ്ലീറ്റ്ലി ചാൻസ് ആകും. മകീര നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ ലൈഫിൽ എന്തോ മിസ്സിംഗ് ആണ് എന്ന് ഒരു തോന്നൽ മിക്കവാറും ഉണ്ടായിട്ടുണ്ടാവും. എല്ലാം ഉണ്ടെങ്കിലും മൈൻഡ് സെറ്റിൽ ആവുന്നില്ല എന്ന് ഒരു തോന്നൽ. മകീര നക്ഷത്രക്കാർക്ക് മാർച്ച് മാസം ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എപ്പോഴും നിങ്ങളെ ഫ്യൂച്ചറിന് ഡിഫൈൻ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും അത് സൂക്ഷിച്ചു വേണം എടുക്കാൻ. മകീര നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല കൗതുകം കൂടുതലുള്ളവരാണ്, ഇന്റലിജന്റ് ആണ്, അങ്ങനെ റെസ്റ്റ് എടുക്കാത്തവരാണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഇടൻ ട്രൂത്ത് ഉണ്ട്.
ഉണ്ട് നിങ്ങൾക്ക്. മൈൻഡ് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നവരാണ് നിങ്ങൾ. അത് മാനസികമായിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തും ചെയ്യും. നിങ്ങൾ ഫിസിക്കൽ വേൾഡ് മാത്രം കാണുന്നവരല്ല. മൈൻഡ്, ഇമോഷൻസ്, സൈക്കോളജി എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ കുറച്ച് സമയം മതി. അവരുടെ വീക്ക്നെസ് പോലും നിങ്ങൾക്ക് പിടികിട്ടും. പക്ഷെ മറ്റൊരു സീക്രട്ട് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മനസ്സിനെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും കൂടുതൽ വേണം എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാവും. ബെറ്റർ വേണം എന്നുള്ള തോന്നലും ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ സെറ്റിലാകാൻ ബുദ്ധിമുട്ടാവുന്നത്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ട്രസ്റ്റ് ഇഷ്യൂ നന്നായിട്ടുണ്ട്. പെട്ടെന്ന് ബോർ ആവുകയും ചെയ്യും. നിങ്ങളുടെ പോസിറ്റീവ് എന്താ വെച്ചാൽ, നിങ്ങൾ നല്ല ഇന്റലിജന്റ് ആണ്. പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾക്കൊരു റയർ കഴിവുണ്ട്. മറ്റുള്ളവരുടെ മനസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് പെട്ടെന്ന് കഴിയും. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ജോലിയിൽ ഒരു താല്പര്യവും നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ചേഞ്ച് ചെയ്യണം എന്നുള്ള തോട്ടും ഉണ്ടായിരുന്നു. ഫോക്കസ് കുറവായിപ്പോയി. ലീവിന് പോയിട്ട് തിരിച്ച് ജോലിക്ക് കയറാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇൻകം നോർമൽ ആയിരുന്നു, പക്ഷെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കൂടുതൽ ഏൺ ചെയ്യണം എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ പാർട്ട്ണറോട് നല്ല ഡൗട്ടും ഉണ്ടായിരുന്നു. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓവർ തിങ്കിങ് കൊണ്ട് പ്രോബ്ലംസ് എന്തായാലും ഉണ്ടായിരുന്നു. ചിലർക്ക് ഒരാൾ ഡിസ്റ്റൻസ് എന്തായാലും എടുത്തിട്ടുണ്ടാവും. മൊത്തത്തിൽ മെന്റൽ സ്റ്റേറ്റ് ഒരു റെസ്റ്റ്ലെസ് മൈൻഡ് ആയിരുന്നു. ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് ചിന്ത ഇങ്ങനെ മനസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. മെന്റലി കുറച്ച് എക്സോസ്റ്റഡ് ആയിരുന്നു നിങ്ങൾ. ഈ ഏപ്രിൽ മാസത്തിൽ എന്തായാലും മകീര നക്ഷത്രക്കാർക്ക് കുറച്ച് ക്ലാരിറ്റി വരും. ജോബ് നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്നുള്ള തീരുമാനത്തിൽ ജോബിൽ നിന്ന് ഇറങ്ങിപ്പോവാനും സാധ്യതയുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റി എന്തായാലും കാണുന്നുണ്ട്. നിങ്ങൾക്ക് ശരിയായൊരു ഡയറക്ഷൻ കിട്ടും. കൺഫ്യൂഷൻ ക്ലിയർ ആവും. നിങ്ങൾ സ്ട്രോങ് ഡിസിഷൻ എന്തായാലും എടുക്കും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും ഇംപ്രൂവ് ചെയ്യും. സൈഡ് ഇൻകം ഐഡിയാസും എന്തായാലും വരും. സ്മാർട്ട് ഏർണിംഗ് ചാൻസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്കൊരു അഡ്വൈസ് തരികയാണെങ്കിൽ ഇമ്പൾസീവ് ഡിസിഷൻ എന്തായാലും നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. വിദ്യ അഭ്യസിക്കുന്നവർക്ക് എന്തായാലും ഫോക്കസ് ഇംപ്രൂവ് ചെയ്യും. റിസർച്ച്, പഠനം, അനലൈസ് ഒക്കെ ബെറ്റർ ആവും. കോമ്പറ്റേറ്റീവ് എക്സാമിൽ എന്തായാലും സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിലും പ്രണയത്തിലും ഏപ്രിലിൽ എന്തായാലും ക്ലാരിറ്റി വരും. ആരാണ് ജെന്യുവിൻ, ആരാണ് ഫേക്ക് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ചിലർക്ക് പുതിയ ഇന്റലിജന്റ് പാർട്ട്ണർ എന്തായാലും എൻട്രി ആവും. നിങ്ങളുടെ മൈൻഡ് കണക്ട് ആവുന്ന ആളെ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട്. ബിസിനസ്സിൽ പുതിയ ഐഡിയാസ്, ഇന്നോവേഷൻ, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ബിസിനസ്സിലൊക്കെ ഗ്രോത്ത് കാണുന്നുണ്ട്. ഏപ്രിലിൽ നിങ്ങളുടെ മൈൻഡ് അട്രാക്ഷൻ പവർ പീക്ക് ആയിരിക്കും. നിങ്ങൾ സംസാരിച്ചാൽ ആളുകൾ ഇൻഫ്ലുവൻസ് ആവും. നിങ്ങൾക്ക് ആളുകളുടെ മൈൻഡ് വായിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങളെ ഇഗ്നോർ ചെയ്തവർ നിങ്ങളോട് അഡ്വൈസ് ചോദിക്കാൻ വരും. മാനിപ്പുലേഷൻ തെറ്റായിട്ട് യൂസ് ചെയ്യരുത്. ട്രസ്റ്റ് ഇഷ്യൂസ് എന്തായാലും കൺട്രോൾ ചെയ്യണം. ഈ പവർ നിങ്ങൾ ശരിക്കും യൂസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫ് എന്തായാലും ചേഞ്ച് ആകും. മകീര നക്ഷത്രക്കാർക്ക് മാർച്ച് നിങ്ങളെ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഏപ്രിൽ നിങ്ങൾ എന്തായാലും ക്ലിയർ ആക്കും. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാൻ. റോങ് പാത്ത് ചൂസ് ചെയ്യാണ്ടിരിക്കുക. മൈൻഡ് കൺട്രോൾ ചെയ്യുക. ലൈഫ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ എന്തായാലും ആവും. ഏപ്രിൽ അവസാനമായിരിക്കും നിങ്ങൾ ഡൗട്ട് ചെയ്തവർ നിങ്ങളെ കൂടുതലും റെസ്പെക്റ്റ് ചെയ്യുക. പുണർന്ന നക്ഷത്രം. നിങ്ങൾ ഒരു കാര്യം മാർച്ച് മാസത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല. നിങ്ങൾ എത്ര തവണ മാർച്ച് മാസത്തിൽ വീണിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ ഒരാൾ തന്നെയാണ്. മാർച്ച് മാസം നിങ്ങളെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം, വീണ്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഒരു ചെറിയ ലക്ക് ഏപ്രിൽ മാസത്തിൽ കാണുന്നുണ്ട്. പുണർന്ന നക്ഷത്രക്കാർ പൊതുവേ എല്ലാവരും പറയുന്നത് ഭയങ്കര കൈൻഡ് കൂടുതലാണ്, കാമാണ്, നല്ല പോസിറ്റീവാണ്. പക്ഷെ ആരും പറയാത്തൊരു ഇടൻ ട്രൂത്ത് ഉണ്ട്. നല്ല റീബർത്ത് എനർജിയാണ്. അതായത് പുനർജനിക്കാനുള്ള കഴിവ് നല്ല കൂടുതലാണ്. നിങ്ങൾക്ക് എത്ര സെറ്റ് ബാക്ക് വന്നാലും വീണ്ടും ഉദിച്ചുയരാൻ നിങ്ങൾക്ക് കഴിയും. വിട്ടുകൊടുക്കുന്ന മനോഭാവമാണ്. നിങ്ങളെ ഹേർട്ട് ചെയ്തവരെ നിങ്ങൾ വിട്ടുകൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ കഴിവില്ലാത്തവനാണ് എന്ന് പറയാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, നിങ്ങൾ ഒരേ തെറ്റന്നെ വീണ്ടും ആവർത്തിച്ചും കൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ സൈലന്റ് ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് മിണ്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി സ്ട്രെങ്ത് കൂടുതലാണ്. നിങ്ങൾ വീക്കായിട്ട് തോന്നും, പക്ഷെ
പക്ഷെ ഉള്ളിൽ നല്ല സ്ട്രോങ് തന്നെയാണ്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവറായിട്ട് ട്രസ്റ്റ് ചെയ്യും മറ്റുള്ളവരെ നന്നായിട്ട് വിശ്വസിക്കും. എന്നാൽ നിങ്ങൾ തനിയെ സാക്രിഫൈസ് ചെയ്യും. ആളുകളെ ഈസിലി നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷെ പരമാവധി ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനും പറ്റും. നല്ല പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ ഗിഫ്റ്റ് എന്താ വെച്ചാൽ ലൈഫ് വീണ്ടും റീസെറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട്. മാർച്ച് മാസത്തിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് ഒരു റിപ്പീറ്റഡ് പ്രോബ്ലം മന്ത് തന്നെയായിരുന്നു. കരിയറിൽ തന്നെ ഒരേ പ്രശ്നം തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടിരുന്നു. ഡിലേ വന്നു, ഫ്രസ്ട്രേഷൻ അതുകൊണ്ട് ഉണ്ടാവും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ തന്നെയായിരുന്നു ഇൻകം, പക്ഷെ സേവിങ്സ് കുറച്ച് കുറവായിരുന്നു. ഒരു ചെറിയ അൺഎക്സ്പെക്റ്റഡ് ചിലവ് വന്നിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ ഇതേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. ചിലയിടത്ത് ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും. സെയിം ആളുകളാൽ നിങ്ങൾക്ക് വീണ്ടും വേദനിക്കേണ്ടി വന്നിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഇതെല്ലാം റിപ്പീറ്റ് ആകുന്നു എന്നിങ്ങനെ കുറേ ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിക്കാൻ മാത്രമല്ല കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ മൊത്തത്തിലൊരു ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ഹോപ്പ് കുറയാനും നിങ്ങൾക്ക് നന്നായിട്ട് തുടങ്ങി. മാർച്ച് നിങ്ങളെ മെൻ്റലി നല്ല എക്സോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ കുറച്ച് ലക്ക് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റി ജോലിയിൽ നിന്ന് കാണുന്നുണ്ട്. ജോബ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്, അതായത് ഉള്ളത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡിലേ എന്തായാലും ക്ലിയർ ആവും. നിങ്ങൾ എവിടെ നിന്നോ അവിടുന്ന് മൂവ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യലി ഇമ്പ്രൂവ്മെൻ്റ് ആവും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗെയിൻ നിങ്ങൾക്കുണ്ടാവും. പഴയ പെൻഡിങ് മണിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ കടം കൊടുത്തതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ നല്ലതായിട്ട് ഫോക്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ എക്സാമിന് ബെറ്റർ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. കോൺഫിഡൻസ് എന്തായാലും കൂടും. റിലേഷൻഷിപ്പിലായാലും പ്രണയത്തിലായാലും ഏപ്രിലിൽ ബിഗ്ഗസ്റ്റ് ചാൻസ് കിട്ടും. റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഏപ്രിലിൽ ഒരു വലിയൊരു ചാൻസ് ഉണ്ട്. ടോക്സിക് ആളുകൾ ലൈഫിൽ നിന്ന് കുറച്ച് അകലാൻ തുടങ്ങും. അകന്നാൽ അവരെ പോയിട്ട് തേടി പിടിക്കാൻ നിൽക്കണ്ട. ജെന്യൂൻ ആളുകൾ എന്തായാലും കൂടെ നിൽക്കും. ചിലർക്ക് പുതിയ പോസിറ്റീവ് ലവ് എൻട്രി ഒക്കെ ഉണ്ടാവും. അതൊരു കുറച്ച് സമാധാനപരമായിട്ട് റിലേഷൻ ആയിരിക്കും. സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അത് അപ്പം തന്നെ വിട്ടുപോകുന്നതായിരിക്കും നല്ലത്. ബിസിനസ്സിൽ എന്തായാലും ഗ്രോത്ത് എന്തായാലും ഉണ്ട്. പുതിയ ഐഡിയാസ് എന്തായാലും വരും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാനും അത് ചെയ്യാനൊന്നും എന്തായാലും പറ്റിയെന്ന് വരില്ല. ലാഭം ഉണ്ടാവുന്ന ബിസിനസ് തന്നെ ആയിരിക്കും ആ ഐഡിയ. ഏപ്രിലിൽ നിങ്ങളുടെ ഭാഗ്യം കുറച്ച് ആക്ടിവേറ്റ് ആവും. അതുകൊണ്ട് ചെറിയ എഫേർട്ട് പോലും വലിയ റിസൾട്ട് തരും. ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരും. നിങ്ങൾക്കത് ഫീൽ ആവും. ലൈഫ് ചേഞ്ച് ആകുന്നു എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഏപ്രിലിൽ ഉണ്ടായി തുടങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, പഴയ മിസ്റ്റേക്കുകൾ വീണ്ടും ആവർത്തിക്കരുത്. പഴയ ആളുകളെ തന്നെ വീണ്ടും വിശ്വസിക്കരുത്. ഈ ചാൻസ് മിസ്സാക്കരുത്. ഇത് റയർ തന്നെയാണ്. ഏപ്രിൽ അവസാനം നിങ്ങൾക്കൊന്ന് ഫൈനലി ഞാൻ ട്രാക്കിലേക്ക് വന്നു എന്ന് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ കൂടുതൽ വരാറുണ്ട്. അത് ഞാൻ പറയാണ്ട് വന്നു പോകുന്നതാണ്. അതിൻ്റെ മലയാളം സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അത് ആ സമയത്ത് എനിക്ക് വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വിളിക്കാവുന്നതുമാണ്. പൂയ നക്ഷത്രക്കാർ പൊതുവെ സൈലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ ഷൗട്ടൊന്നും ചെയ്യില്ല, ഷോ ഓഫ് ചെയ്യാനും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള റിസൾട്ട് വരുമ്പോൾ മറ്റുള്ളവർ ഷോക്ക് ആവാറുണ്ട്. നിങ്ങൾ അതിലൊരാൾ തന്നെയാണ്. മാർച്ച് മാസം നിങ്ങളെ എല്ലാ കാര്യം സ്ലോ ആക്കി ഡിലേ ചെയ്തു. ഏപ്രിൽ മാസത്തിൽ കുറച്ച് ഗ്രോത്ത് എന്തായാലും കാണുന്നുണ്ട്. പൂയ നക്ഷത്രക്കാർ പൊതുവേ കാമാണ്, കുറച്ച് റെസ്പോൺസിബിൾ ആണ്, കെയറിങ്ങും ആണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. ബിൽഡർ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങൾ കെട്ടിപ്പടുക്കാൻ നന്നായിട്ട് ശ്രമിക്കും. നിങ്ങൾ പെട്ടെന്നൊരു സക്സസ് വേണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത്ര ആഗ്രഹിക്കുന്നില്ല. സ്ലോ ആണെങ്കിൽ സ്ട്രോങ് സക്സസ് ബിൽഡ് ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ എപ്പോഴും. മറ്റൊരു സീക്രട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ നല്ല താല്പര്യമുള്ളവരാണ്. പ്രൊവൈഡിങ് നേച്ചറാണ്. നിങ്ങൾ സ്വന്തം സക്സസ് മാത്രമേ ഇമ്പോർട്ടൻ്റ് അല്ല, ഫാമിലി, ലൗഡ് വൺസ് എല്ലാം ഇമ്പോർട്ടൻസ് ആണ്. പ്രോബ്ലം എന്തെന്നാൽ നിങ്ങൾക്ക് ബേർഡൻ കൂടുതലാണ്. നിങ്ങളെല്ലാം സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യും. അതായത് മിണ്ടാണ്ട് എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങളെല്ലാം നോട്ടീസ് ചെയ്യും, പക്ഷെ ഒന്നും പറയാറില്ല. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഓവറായിട്ട് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ തലയിലേറ്റി വയ്ക്കും. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ട് സ്ട്രെസ് കൂടുതലായിരിക്കും. ഇമോഷണലി നന്നായിട്ട് സപ്രസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് നിങ്ങൾ നല്ല ഡിസിപ്ലിനാണ്. പേഷ്യൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്, അതായത് ക്ഷമയുണ്ട്. ഫിനാൻഷ്യൽ സെൻസ് നന്നായിട്ടുണ്ട്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട് വെച്ചാൽ നിങ്ങൾക്ക് വെൽത്ത്, അതായത് സാമ്പത്തികം മെല്ലെ ബിൽഡ് ആവുകയുള്ളൂ. അത് നല്ലതാണ്. നിങ്ങൾ അറിവറിയായിട്ട് നിങ്ങളൊന്നും ചിലവാക്കില്ല.
മാർച്ച് മാസത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് എല്ലാം സ്ലോ ആയിട്ടുണ്ടാവും. പ്രഷറുള്ള ഒരു മന്ത് തന്നെയാണ്. വർക്ക് ലോഡും കൂടിപ്പോയി. അതുകൊണ്ട് മറ്റുള്ള അപ്രിസിയേഷനൊക്കെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ വർക്ക് ലോഡ് കൂടിയതിൻ്റെ ഒരു ദേഷ്യം നിങ്ങൾക്കുണ്ടാവും. റെക്കഗ്നിഷനും കുറവായിരുന്നു. എന്നാൽ ഡിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം സ്റ്റേബിൾ തന്നെയായിരുന്നു. പക്ഷെ സേവിങ്സും കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ചില അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിൽ റെസ്പോൺസിബിലിറ്റി കാരണം ഡിസ്റ്റൻസ് എന്തായാലും വന്നിട്ടുണ്ടാവും. ഇമോഷണൽ എക്സ്പ്രഷൻ നല്ല കുറവാണ്. പാർട്ട്ണർ എന്തായാലും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടാവും. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് പറയണത് സ്ട്രെസ്സാണ്. ഭയങ്കര ടയേർഡായിരുന്നു. നിങ്ങൾക്ക് റെസ്റ്റേ ഉണ്ടായിരുന്നില്ല. മാർച്ച് മാസം എല്ലാം സ്ലോ ആയി. നിങ്ങളുടെ ക്ഷമയടക്കം അവർ ശരിക്കും പറഞ്ഞാൽ പരീക്ഷിച്ചു. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്ന ഒരു മാസമാണ്. ഹാർഡ് വർക്കിനുള്ള ചെറിയൊരു റെക്കഗ്നിഷൻ കിട്ടും. പ്രമോഷൻ കിട്ടും എന്നുള്ളൊരു പറച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ കാര്യമായിട്ട് അവിടെ അത് കാണുന്നില്ല. റെസ്പെക്റ്റ് എന്തായാലും ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് കുറച്ച് വാല്യൂ കൂടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം ഇംപ്രൂവ് ചെയ്യും. സേവിങ്സ് ഇംപ്രൂവ് ചെയ്യും. ലോങ് ടേം വെൽത്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ എന്തായാലും ഉണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ചാൻസ് ഉണ്ട്. പ്രോപ്പർട്ടി അസറ്റ് തിങ്കിങ് ഒക്കെ നിങ്ങൾക്ക് മാത്രമേ ചെയ്യുള്ളൂ. ഒരുപാട് എന്തായാലും ഇൻവെസ്റ്റ് ഉണ്ടാവില്ല. സ്മാർട്ടായി എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഒക്കെ കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. കൺസിസ്റ്റന്റ് പെർഫോമൻസ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. സ്ലോ ആയിരിക്കും, പക്ഷേ സ്ട്രോങ് റിസൾട്ട് എന്തായാലും ഉണ്ട്. റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിൽ ഏപ്രിലിൽ എന്തായാലും റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യും. അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും കൂടും. സ്റ്റെബിലിറ്റി എന്തായാലും വരും. ചിലർക്ക് സീരിയസ് റിലേഷൻ മാരേജ് ടാക്കൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ സ്റ്റഡി ഗ്രോത്ത് തന്നെയാണ്. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയാണ് പോകുന്നത്. ലോങ് ടേം പ്രോഫിറ്റിനുള്ള ഒരു കണ്ണ് എന്തായാലും ഉണ്ടാവും. സ്റ്റേബിൾ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏപ്രിലിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന വർക്കിന് എന്തായാലും ലോങ് ടേം മണി നൽകും. ക്വിക്ക് മണി എന്തായാലും ഇല്ല. അതുകൊണ്ട് ലോങ് ടേം സ്റ്റേബിൾ വെൽത്തിന് എന്തായാലും കാത്തിരിക്കുക. ഞാൻ ശരിയായ ഡയറക്ഷനിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഫീൽ ആവും. ആളുകളെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. ഓവർ വർക്ക് അവോയ്ഡ് ചെയ്യണം. വെറുതെ കുറെ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആരോഗ്യം ശ്രദ്ധിക്കണം. സ്ട്രെസ്സും എന്തായാലും കൺട്രോൾ ചെയ്യണം. ഈ മാസം ഏപ്രിൽ മാസം നിങ്ങൾ സ്മാർട്ടായിട്ട് യൂസ് ചെയ്താൽ ഫ്യൂച്ചറിൽ എന്തായാലും ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാരുടെ ഒരു സ്പെഷ്യൽ പവർ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ആളുകളുടെ മൈൻഡ് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. മാർച്ച് മാസം നിങ്ങളെ സൈലന്റ് ആക്കി ഒബ്സർവ് ചെയ്യാൻ പഠിപ്പിച്ചു. പക്ഷെ ഏപ്രിലിൽ നിങ്ങൾക്ക് കൺട്രോൾ ഇൻഫ്ലുവൻസ് ഉള്ള മാസമാണ്. നിങ്ങൾ സംസാരിക്കാതെ പോലും ആളുകൾ നിങ്ങൾ എന്തായാലും ഫീൽ ചെയ്യും. ഈ മാസം നിങ്ങൾ എടുക്കുന്ന മൂവ്സ് സൈലന്റ്ലി ആളുകളുടെ ലൈഫ് എന്തായാലും ചേഞ്ച് ചെയ്യും. ആയില്യം നക്ഷത്രക്കാർ പൊതുവെ നല്ല മിസ്റ്റീരിയസ് ആണ്, സൈലന്റ് ആണ്, ഇമോഷണലും ആണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഇടൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുക, അവരുടെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് ഒരാളെ ഒബ്സർവ് ചെയ്താൽ അവരുടെ വീക്ക്നെസ്, ഫിയർ, ഇന്റൻഷൻ എല്ലാം മനസ്സിലാകും. മറ്റൊരു സീക്രട്ട് എന്താ വെച്ചാൽ നല്ല ഹിഡൻ കൺട്രോൾ ഉണ്ട്. നിങ്ങൾ ഓപ്പൺ ആയി ഡൊമിനേറ്റ് ചെയ്യില്ല. സൈലന്റ് ആയിട്ട് എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങൾക്ക് ഒരാളെ അട്രാക്ട് ചെയ്യാൻ എഫേർട്ടിന്റെ ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. പുറത്ത് കാമാണെങ്കിലും ഉള്ളിൽ ഭയങ്കര ഇന്റൻസിറ്റി കൂടുതലാണ്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. റിവഞ്ച് മൈൻഡ് സെറ്റും ഉണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ഇന്റലിജന്റ് ആണ്. സ്ട്രാറ്റജി തിങ്കിങ് ആണ്. അതായത് ലോജിക്കോടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾക്കൊരു റയർ ഗിഫ്റ്റ് ഉണ്ട്. മറ്റുള്ളവരുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. മാർച്ച് മാസം ആയില്യം നക്ഷത്രക്കാർക്ക് പൊതുവെ സൈലന്റ് മാസമായിരുന്നു. കാര്യങ്ങളൊക്കെ സ്ലോയാ പോയത്. ബിഹൈൻഡ് ദ സീൻ വർക്ക് ആയിരുന്നു. പ്ലാനിങ് ആയിരുന്നു എല്ലാ കാര്യവും ഉണ്ടായിരുന്നത്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ ആയിരുന്നു. വലിയ ചേഞ്ച് ഒന്നും എന്തായാലും ഉണ്ടായിട്ടുണ്ടാവില്ല.
എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. റിലേഷൻഷിപ്പും പ്രണയത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് നന്നായിട്ടുണ്ടായിരുന്നു, സൈലൻസ് ഉണ്ടായിരുന്നു, ഇമോഷണലി നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ചിലർക്ക് നല്ല ഹിഡൻ ഫീലിങ്സ് നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് കൂടുതലാണ്. ഓരോന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിട്ട് വരുന്നു, ഒരു തീരുമാനത്തിൽ എത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും. 10 മാസത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു ഒരു മൂവ്മെന്റിനൊക്കെ ആയിട്ട്, പക്ഷെ അത്ര അങ്ങോട്ട് കറക്റ്റ് ആയില്ല. പക്ഷെ ഏപ്രിൽ മാസത്തിൽ 1000 നക്ഷത്രക്കാർക്ക് സ്ട്രാറ്റജി വർക്ക് ചെയ്ത് കുറച്ച് സക്സസ് കാണും. ഈഡൻ എഫേർട്ട് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അതോറിറ്റി ഡയറക്റ്റ്ലി എന്തായാലും ഇൻക്രീസ് ചെയ്യും, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് കൂടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും ഇംപ്രൂവ് ചെയ്യും, സ്മാർട്ട് ഏർണിംഗിന്റെ സാധ്യതയുണ്ട്, സീക്രട്ട് ഡീലൊക്കെ നടക്കും, ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഷാർപ്പായിരിക്കും, റിസർച്ച് അനലൈസിസ് ഒക്കെ സ്ട്രോങ് ആയിരിക്കും, മൈൻഡ് പവർ നല്ല പീക്കിലെത്തും. റിലേഷൻഷിപ്പിൽ ഏപ്രിലിൽ ഒരു ഡേഞ്ചറസ് അട്രാക്ഷൻ ഉണ്ടാവും, ആളുകൾ നിങ്ങളെ സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യും, അതുകൊണ്ട് അവരിൽ വീഴാൻ പാടില്ല. ഒരു ഹിഡൻ ലവ് റിവീൽ ആകാൻ ചാൻസ് ഉണ്ട്, പഴയ വ്യക്തി തിരിച്ചു വരാനും ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് കൺട്രോള് അഡ്വാൻറ്റേജ് ഉണ്ടാകും. പക്ഷെ ശ്രദ്ധിക്കണം, റോങ് ഇന്റൻഷൻ അവോയ്ഡ് ചെയ്യണം. ബിസിനസ്സിൽ സ്ട്രാറ്റജിക് ആയിട്ട് കാര്യങ്ങൾ പോകുന്നെങ്കിൽ ഒരു ഗ്രോത്ത് ഒക്കെ കാണും. സ്മാർട്ടായിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തായാലും പ്രോഫിറ്റ് ഉണ്ടാവും. കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ മിണ്ടാണ്ടിരുന്നാൽ പോലും ആളുകൾ നിങ്ങളെ കുറച്ചൊക്കെ നോട്ടീസ് ചെയ്യും. അപ്പോൾ നോട്ടീസ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ നല്ല കോസ്റ്റ്യൂം ധരിച്ച് നടക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് ഗുണം തന്നെ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ആളുകളുടെ മൈൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. നിങ്ങൾ സംസാരിച്ചാൽ അവരെന്തായാലും കേൾക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പവർ ഉണ്ടാവും, സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാനും പറ്റും. നിങ്ങളെ ഇഗ്നോർ ചെയ്തവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ എന്തായാലും തുടങ്ങും. ഒരു കാര്യം മാനിപ്പുലേഷൻ തെറ്റായി നിങ്ങൾ യൂസ് ചെയ്യരുത്, പ്രതികാരം അവോയ്ഡ് ചെയ്യണം, ഇമോഷണലി ബാലൻസ് എന്തായാലും ചെയ്യണം. പവർ ശരിയായിട്ട് യൂസ് ചെയ്താൽ ഒരു നെക്സ്റ്റ് ലെവൽ ലൈഫ് നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഉണ്ടാവും. മാർച്ചിൽ എന്തായാലും ഒരു പ്രിപ്പയർ ചെയ്തും ഏപ്രിലിൽ കുറച്ച് പവർഫുള്ളായിരിക്കും. നിങ്ങൾക്കൊരു ചാൻസ് കിടക്കും കൺട്രോൾ കിട്ടാൻ, അത് ഏപ്രിലിന് ശേഷമാണ്, ഏപ്രിലിനെ കിട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. ഏപ്രിൽ അവസാനം നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നാലും മിണ്ടാണ്ടിരുന്നാലും ആളുകൾ നിങ്ങളെന്തായാലും നോട്ടീസ് ചെയ്യും. മകൻ നക്ഷത്രം. മകൻ നക്ഷത്രക്കാർ പൊതുവെ ഇൻബോൺ ലീഡേഴ്സാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാനല്ല, റൂള് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് തന്നെ. നിങ്ങൾ സാധാരണ ആളുകളുമല്ല. മാർച്ച് മാസം നിങ്ങൾ ഡൗൺ ആക്കാൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് മറ്റുള്ളവർ, റെസ്പെക്റ്റ് കുറച്ച പോലെ തോന്നിച്ചിരിക്കും. പക്ഷെ ഏപ്രിലിൽ പവർ ഒന്ന് റീക്ലെയിം ചെയ്യണ ഒരു മാസം തന്നെയാണ്. മകൻ നക്ഷത്രക്കാരെ കുറിച്ച് മറ്റുള്ളവർ പറയണത് ഭയങ്കര പ്രൗഡാണ്, ഈഗോ കൂടുതലാണ്, അതോറിറ്റി ഫീല് ഭയങ്കരമായിട്ടുള്ളവരാണ്. പക്ഷെ ഒന്നും പറയാതെ ഒരു ഇഡൻ ട്രൂത്ത് ഉണ്ട്. റോയൽ ബ്ലഡ് മൈൻഡ് സെറ്റ് ആണ്, അതായത് രാജാവിനെ പോലെ ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരാണ്. നിങ്ങൾക്ക് നാച്ചുറലി ലീഡർഷിപ്പ് ഉണ്ട്. നിങ്ങൾ ക്രൗഡ് ഫോളോ ചെയ്യുന്നവരല്ല, അത് മറ്റുള്ളവരെ പോലെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങൾക്ക് റെസ്പെക്റ്റ് വേണം. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും മറ്റുള്ളവരിൽ നിന്ന് എന്തായാലും ഡിസ്റ്റൻസ് എടുക്കും. മറ്റൊരു സീക്രട്ട് പറഞ്ഞാൽ കമാൻഡിങ് പ്രസൻസ് ആണ്. ഒരു റൂമിൽ കയറുമ്പോൾ തന്നെ ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും. ലെഗസി മൈൻഡ് സെറ്റാണ്, ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു തോന്നലൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് ഷോർട്ട് ടേം സക്സസ്സേ ആവശ്യമില്ല. നിങ്ങൾക്ക് പേര്, സ്റ്റാറ്റസ്, പവർ ഇതൊക്കെ വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഈഗോ ക്ലാഷ് എപ്പോഴും ഉണ്ടാവും, ദേഷ്യം എപ്പോഴും വരും, സുപ്പീരിയറിറ്റിയും ഫീൽ ചെയ്യും. പോസിറ്റീവ് സൈഡ് എന്നാൽ ലീഡർഷിപ്പ്, കോൺഫിഡൻസ്, അതോറിറ്റി എല്ലാം ഉണ്ടാവും. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ട്, ആളുകൾ ലീഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. മാർച്ച് മാസം മകനക്ഷത്രക്കാർക്ക് ഈഗോ ടെസ്റ്റ് എന്തായിരുന്നു. കരിയറിലാണെങ്കിലും ജോലിയിലാണെങ്കിലും റെക്കഗ്നിഷൻ എന്തായാലും കുറവായിരുന്നു. അതോറിറ്റി ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, റെസ്പെക്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. സാമ്പത്തികം
ഇൻകം നോക്കുകയാണെങ്കിൽ ഇൻകം നോർമൽ ആയിരിക്കും, പക്ഷെ സാറ്റിസ്ഫിക്കേഷൻ ഇല്ലാതാവും. കൂടുതൽ വേണം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിലും പ്രണയത്തിലും ഒക്കെ ഈഗോ ക്ലാഷ് എന്തായാലും ഉണ്ടാവും. മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും. ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടാവും. ചിലർക്ക് ബ്രേക്കപ്പ്, ഫൈറ്റ് ഒക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആങ്കർ, ഫ്രസ്ട്രേഷൻ, എനിക്ക് റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന ഫീലിങ്സ് തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. മാർച്ച് നിങ്ങളെ ചലഞ്ച് ചെയ്തു, ഈഗോ നന്നായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏപ്രിൽ മാസത്തിൽ ഇതിനെല്ലാം ചെറിയൊരു അയവാണ് നിങ്ങൾക്ക് വരിക. ലീഡർഷിപ്പ് റോള് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവാനും ചാൻസ് ഉണ്ട്. അതിന് വാശി പിടിച്ച അതിന്റെ ലോജിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ചാൻസ് വരുള്ളൂ. റെക്കഗ്നിഷൻ എന്തായാലും ജോലിയിൽ വരും. നിങ്ങൾക്ക് കമാൻഡ് പൊസിഷൻ കിട്ടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം കുറച്ച് ഇംപ്രൂവ് ചെയ്യും. ഹൈ ലെവൽ ഏർണിങ്സ് സാധ്യതയുണ്ട്. സ്റ്റാറ്റസും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ലക്ഷറി സാധനത്തിനുള്ള സ്പെൻഡിങ് ഒക്കെ എന്തായാലും കൂടും. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് കൂടും. കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ സക്സസ് എന്തായാലും ഉണ്ടാവും. ലീഡർഷിപ്പ് റോൾ എന്തായാലും ഉണ്ടാവും. റിലേഷൻഷിപ്പിലും പ്രണയത്തിലും ഏപ്രിലിൽ സ്ട്രോങ് അട്രാക്ഷൻ എന്തായാലും ഉണ്ടാവും. ആളുകളെ നിങ്ങളെ അഡ്മയർ ചെയ്യും. റെസ്പെക്ട് ബേസ്ഡ് ലവ് ആണ്. ചിലർക്ക് പവർഫുൾ പാർട്ട്ണർ എന്തായാലും എൻട്രി ആവാൻ സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡൊമിനേറ്റ് ചെയ്യും. ശ്രദ്ധിക്കണം, ഈഗോ കൺട്രോൾ ചെയ്യണം. റെസ്പെക്ട്, ഗീവ് ആൻഡ് ടേക്ക് ബാലൻസ് എന്തായാലും നിങ്ങൾക്ക് വേണം. ബിസിനസ്സിലാണെങ്കിൽ കുറച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണ ഒരു മന്താണ് ഏപ്രിൽ. ആദ്യം തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പിന്നെയും നല്ലത്. വലിയ ഡീൽസ് ഒക്കെ സാധ്യതയുണ്ട്. ഏപ്രിലിൽ ലീഡറിന്റെ എനർജി കുറച്ച് ആക്റ്റീവ് ആവും. ആളുകളെ നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ചിലരൊക്കെ ഫോളോ ചെയ്യും. നിങ്ങളെ റെസ്പെക്റ്റും ചെയ്യും. നിങ്ങൾ പറയുന്നതിന് വാല്യൂ ഉണ്ടാവും. നിങ്ങളെ ഇഗ്നോർ ചെയ്തവർ ഇംപ്രസ് ചെയ്യാനും ചിലപ്പോൾ ശ്രമിച്ചു എന്ന് വരും. നിങ്ങൾക്കത് ഫീൽ ആവും, ഐ ആം ബാക്ക് എന്ന്. ഈഗോ കൊണ്ട് റിലേഷൻഷിപ്പ് സ്പോയിൽ ചെയ്യരുത്. ഭയങ്കര അറഗൻ്റായിട്ട് പെരുമാറിട്ട് അവോയ്ഡ് ചെയ്യണം. പവർ ശരിയായിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു സക്സസ് എന്തായാലും ഉണ്ടാവും. മകൻ നക്ഷത്രക്കാർ മാർച്ച് നിങ്ങളെ ചലഞ്ച് ചെയ്യൂ. ഏപ്രിൽ നിങ്ങളെ കുറച്ച് രാജകീയമായിട്ട് നിങ്ങളെ ഫീൽ ചെയ്യും. എന്തായാലും ഒരു ചാൻസ് കിട്ടും പവർ റീക്ലെയിം ചെയ്യാൻ. ഈഗോ കൺട്രോൾ ചെയ്തിട്ട് ലീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഏപ്രിൽ അവസാനമാകുമ്പോൾ റെസ്പെക്റ്റും പവറും സ്റ്റാറ്റസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അത്തം നക്ഷത്രം. ചില ആളുകളുണ്ട്, അവർ ലക്ക് കൊണ്ട് ജയിക്കാറില്ല. അവരവരുടെ കഴിവ് കൊണ്ട് തന്നെ ജയിക്കാറുള്ളൂ. അതിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമേ ജയിക്കുള്ളൂ. മാർച്ച് മാസം നല്ല കൺഫ്യൂഷനായിരുന്നു നിങ്ങൾക്ക്. ഫോക്കസ് കുറച്ച പോലെ തോന്നിയിരിക്കും. പക്ഷേ ഏപ്രിലിൽ സ്കില്ല്, മണി, കൺട്രോൾ എല്ലാം വരുന്നൊരു മാസമാണ്. നിങ്ങൾക്കുള്ള കഴിവ് ഫൈനലി റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഏപ്രിലിൽ തരും. അത്ര നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവേ എല്ലാവരും പറയും നല്ല സ്മാർട്ടാണ്, പ്രാക്ടിക്കലാണ്, നല്ല ടാലൻറ്റഡ് ആണ്. പക്ഷെ ഒരു ഇഡൻ ട്രൂത്ത് എന്താ വെച്ചാൽ മാസ്റ്റർ ഓഫ് ആൻസ് ആണ്. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ല കൈയാണ്, നിങ്ങൾക്ക് സ്കില്ല് നാച്ചുറലാണ്. നിങ്ങൾ എന്ത് ചെയ്താലും പെർഫെക്ഷൻ എന്തായാലും ഉണ്ടാവും. മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ പ്രോബ്ലം സോൾവറാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നിങ്ങളത് നല്ല രീതിയിൽ സോൾവ് ചെയ്യും. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആക്കാൻ കഴിയും. മറ്റൊരു ഈഡൻ സൈഡാണ് കൺട്രോൾ മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്ക് സിറ്റുവേഷൻ കൺട്രോളിൽ വേണം. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര പെർഫെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ്സും കൂടുതലാണ്. നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ഇന്റലിജന്റ് ആണ്, നല്ല പവർ ഉണ്ട്, മണി മേക്കിംഗ് സ്കില്ലിങ്ങും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ സ്കില്ല് അത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. മാർച്ച് മാസം അത്തം നക്ഷത്രക്കാർക്ക് ഒരു കൺഫ്യൂഷൻ, ഡിലേ മന്ത് ഒക്കെ ആയിരുന്നു. കരിയർ വക മാർച്ച് മാസത്തിൽ എന്തായാലും വർക്കിനും ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാ കാര്യത്തിലും ഡിലേ വന്നിട്ടുണ്ടാവും, ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. പക്ഷേ ഗ്രോത്ത് ഒന്നുമില്ല. എല്ലാം ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്ന പോലെ. റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായി. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയും കൊണ്ടേയിരുന്നു. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താ വെച്ചാൽ മാർച്ച് മാസത്തിൽ കൺഫ്യൂഷനായിരുന്നു, ഒപ്പം സ്ട്രെസ്സും ഉണ്ടായിരുന്നു. ഒന്നിനും ക്ലാരിറ്റിയും കിട്ടിയിട്ടുണ്ടാവില്ല. മാർച്ച് നിങ്ങളെ എല്ലാ കാര്യവും സ്ലോ ആക്കി, അതുകൊണ്ട് കുറേ വെറുതെ ഇരുന്നിട്ടുണ്ടാവും.
അത് പേഷ്യൻസ് ടെസ്റ്റ് ചെയ്തൊരു മാസമാണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഏപ്രിൽ മാസത്തിൽ അങ്ങനെയല്ല, ക്ലാരിറ്റി വരും എന്ത് ചെയ്യണം എന്നുള്ളത്. സ്കില്ലിന് കുറച്ച് റെക്കഗ്നിഷൻ ഉണ്ടാവും, കരിയർ പരമായിട്ട് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ അതൊക്കെ എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള സ്കില്ല് ബേസ്ഡ് ആണ് ഏണിങ്സ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ പറയുന്ന പൈസ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങാവുന്നതാണ്. സൈഡ് ഇൻകം ചാൻസ് ഉണ്ട്, ഫ്രീലാൻസ് കിട്ടാനും സാധ്യതയുണ്ട്, പുതിയ ബിസിനസ് തുടങ്ങാനും നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്കില്ല് മോണിറ്റൈസ് എന്തായാലും ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അങ്ങനെ ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്തായാലും അത് സാമ്പത്തികമായിട്ട് എങ്ങനെ മാറ്റാമെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഷാർപ്പ് തന്നെയാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. പ്രാക്ടിക്കൽ നോളേജും ഉണ്ട്, വിജയ സാധ്യത അതുകൊണ്ട് കൂടുതലായിരിക്കും. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ആവും, മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറച്ചൊക്കെ ക്ലിയർ ആവും. പക്ഷെ എന്നാലും വലിയ വ്യത്യാസം കാണില്ല, കാരണം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണവും കൊണ്ടുള്ള പ്രശ്നമാണ്. ചിലർക്ക് ഇൻ്റലക്ച്വൽ കണക്ഷൻ ലവ് എന്തായാലും വരും, കാരണം ബുദ്ധി കൂടിയ വേറൊരാളായിട്ടൊരു കണക്ഷനൊക്കെ എന്തായാലും വരും. ബിസിനസ്സിൽ സ്മാർട്ടായിട്ട് മൂവ് ചെയ്യും, അതുകൊണ്ട് ലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ട്രാറ്റജി വർക്ക് എന്തായാലും സക്സസ് ആവും. കോമ്പറ്റീഷൻ എന്തായാലും ബീറ്റ് ചെയ്യാൻ കഴിയും. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ള അധികാരത്തിൻ്റെ പീക്കിൽ നിങ്ങളെത്തും. നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതെന്തായാലും സാധിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കത് ഫീൽ ആവുകയും ചെയ്യും, ഞാനിപ്പോൾ കൺട്രോളിലാണ് എന്നുള്ളത്. മണി ഓപ്പർച്യൂണിറ്റി, സാമ്പത്തികത്തിൻ്റെ ഓരോ പുതിയ ഉറവിടങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ സ്മാർട്ടായിട്ട് അത് ഉപയോഗിച്ചാൽ എന്തായാലും സ്ട്രോങ് ഇൻകം നിങ്ങൾക്കുണ്ടാവും. ഓവർ തിങ്കിങ് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യണം. പെർഫെക്ഷൻ വെയിറ്റ് ചെയ്യാതെ ആക്ഷൻ എടുക്കണം. ഈ മാസം നിങ്ങൾ ആക്ട് ചെയ്താൽ മാസീവ് ഗ്രോത്ത് എന്തായാലും വരും. അത്തം നക്ഷത്രക്കാരൊക്കെ മാർച്ച് മാസം കൺഫ്യൂസ് ചെയ്തു, ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആകും. നിങ്ങൾക്ക് എന്തായാലും ഒരു ചാൻസ് കിട്ടും. സ്കിൽ എന്തായാലും പണത്തിൻ്റെ ഇതിലേക്ക് മാറ്റുള്ളൂ. നന്നായിട്ട് ഉപയോഗിക്കുക, അതിനുവേണ്ടി റിസർച്ച് എടുക്കുക, ആക്ഷൻ എടുക്കുക. ഇത് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഏപ്രിൽ അവസാനം ഇൻകം കൺട്രോൾ ക്ലാരിറ്റി എന്തായാലും വരും. ഞാൻ പറയണതിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, അത് മലയാളത്തിൽ പറയാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് വരാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ സിമ്പിൾ ലൈഫിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഷൈൻ ചെയ്യാനും ശ്രദ്ധ പിടിച്ച് പറ്റാനും തന്നെയാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. മാർച്ച് മാസം നിങ്ങളെ എല്ലാം ഹോൾഡ് ചെയ്തു, ഒരു ചാൻസ് പോലും നിങ്ങൾക്ക് ഒരു കാര്യത്തിലും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഏപ്രിലിൽ ഫെയിമും അട്രാക്ഷനും ഒക്കെ ഉണ്ടാവുന്ന ഒരു മാസമാണ്. നിങ്ങൾ ശരിക്കും ഷൈൻ ചെയ്യാൻ പോകുന്നവർ തന്നെയാണ്. ആളുകൾക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ പറ്റുകയില്ല. ചിത്തിര നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്ന ഭയങ്കര സ്റ്റൈലാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ്. പക്ഷെ ആരും പറയാത്തൊരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ ക്രിയേറ്റർ ആണ്, ഡിസൈനർ മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ട്. അതായത് ഡ്രോയിങ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ബ്യൂട്ടി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, അത് ഫാഷൻ, സിനിമ, മീഡിയ ഡിസൈൻ, ഇവയിലൊക്കെ നല്ല ടാലന്റ് ഉണ്ട്. പെർഫെക്ഷൻ നല്ല കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ ആയിരിക്കും അതിൽ ഫലം ഉണ്ടാവുക. നിങ്ങൾക്ക് നോർമൽ റിസൾട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബെസ്റ്റ് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു സ്പോട്ട് ലൈറ്റ് ഡിസയർ എന്തായാലും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അറ്റൻഷൻ വേണം, റെക്കഗ്നിഷൻ വേണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈഗോ കൂടുതലാണ്, നിങ്ങൾക്ക് ജലസി നന്നായിട്ടുണ്ട്. ഓവർ പെർഫെക്ഷൻ കാരണം എല്ലാം ഡിലേ ആവാറുണ്ട്, അതുകൊണ്ട് സമയം കുറെ നിങ്ങൾ നഷ്ടപ്പെടുത്തും. അട്രാക്ഷൻ കൂടുതലാണ്, ആളുകൾക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്താനും അറിയാം. കുറച്ച് ഹൈ സ്റ്റാൻഡേർഡ് ആണ്, നിങ്ങൾ ലക്ഷറി ഒക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആവാൻ സാധ്യത വളരെ കൂടുതലാണ്.
ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ എല്ലാം ബ്ലോക്കഡ് ആയിരുന്നു. കരിയറിലാണെങ്കിൽ ടാലൻറ്റ് ഷോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, റെക്കഗ്നിഷനും കിട്ടിയിട്ടില്ല, ഫ്രസ്ട്രേഷനും ഉണ്ടായിരുന്നു. ഇൻകം നോർമൽ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും മാർച്ചിലുണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ല, കൂടുതൽ വേണമെന്നൊരു ഫീലിങ്സ് നന്നായിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ അറ്റൻഷൻ കിട്ടിയില്ല, ഈഗോ ക്ലാഷസ് ഉണ്ടായിരുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരുന്നു. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ തന്നെയാണ്. എനിക്ക് വാല്യൂ കിട്ടുന്നില്ല എന്ന ഫീലിങ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡൾ മൂഡായിരുന്നു മാർച്ച് നിങ്ങളെ ഹോൾഡും ചെയ്തു, നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനും പറ്റിയിട്ടില്ല. പക്ഷെ ഏപ്രിൽ മാസത്തിൽ കരിയർ പരമായിട്ടും ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് തന്നെ കുറച്ച് സന്തോഷം തോന്നും. സ്പോട്ട്ലൈറ്റ് ചാൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വിസിബിലിറ്റി നന്നായിട്ട് കൂടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, പക്ഷെ ഉള്ള പൈസ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ലക്ഷറി ഐറ്റംസ് വാങ്ങും, അതിനുവേണ്ടി പൈസ ചിലവാക്കും, ഉള്ള പൈസ എല്ലാം പോവും. അതുകൊണ്ട് ബ്രാൻഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിലൊരു മണി ചാൻസ് എന്തായാലും ഉണ്ട്. പഠിക്കുന്നവരാണെങ്കിൽ ക്രിയേറ്റീവ് സബ്ജക്റ്റിൽ സക്സസ് ഉണ്ടാവും, ഹൈ പെർഫോമൻസ് ഉണ്ടാവും, കോൺഫിഡൻസ് നല്ല പീക്കായിരിക്കും. റിലേഷൻഷിപ്പിൽ ഏപ്രിലിൽ നിങ്ങളുടെ അട്രാക്ഷൻ പീക്കായിരിക്കും. ആളുകൾ നിങ്ങളെ അഡ്മയർ ചെയ്യും, ക്രഷ് എന്തായാലും കൂടി വരും. ചിലർക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവ് എൻട്രി ഉണ്ടാവും, സ്ട്രോങ് കെമിസ്ട്രി റിലേഷൻഷിപ്പ് ഉണ്ടാവും. പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്, പഴയ കാമുകനോ കാമുകിയോ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈഗോ കൺട്രോൾ ചെയ്യണം, ഫേക്ക് ആളുകളെ കൺട്രോൾ ചെയ്യണം. അവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ബിസിനസ്സിൽ ബ്രാൻഡിങ്ങിൽ സക്സസ് ആവും, സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഉയർച്ച ഉണ്ടാവും. ഫെയിം, മണി, സാമ്പത്തികമായിട്ടുള്ള സംസാരമൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഏപ്രിൽ കുറച്ച് സ്പോട്ട് ലൈറ്റ് ആണ്. എവിടെ പോയാലും ആളുകൾ നിങ്ങളെ നോട്ടീസ് ചെയ്യും, പോപ്പുലാരിറ്റി കൂടും, നിങ്ങൾക്കത് ഫീൽ ആവും. ദിസ് ഈസ് മൈ മൂമെൻ്റ് എന്ന രീതിയിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്തവർ നിങ്ങളെ ഫോളോ ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈഗോ എന്തായാലും അവോയ്ഡ് ചെയ്യണം, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കാര്യങ്ങൾ ചെയ്ത് പോകണം. ഈ മാസം ശരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഫെയിം, മണി, അട്രാക്ഷനൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ മാസത്തിലേ ഉണ്ടാവുള്ളൂ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ മാസം അതിൻ്റെ ഒരു തുടക്കം കുറിക്കാം. അതുകൊണ്ട് കോൺഫിഡൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്ക് നല്ല കൂടുതലായിട്ട് വരുന്നുണ്ട്, അത് പലർക്കും മനസ്സിലാവില്ല എന്നുള്ള കമൻറ്റുകൾ ഇഷ്ടം പോലെ ഞാൻ കാണുകയും ചെയ്തു. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എൻ്റെ വായയിൽ അറിയാണ്ട് ഇംഗ്ലീഷ് വാക്കുകൾ വന്നു പോവുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതുമാണ്. ചോയ് നക്ഷത്രക്കാർ പൊതുവെ ഒരാളുടെ കൺട്രോളിൽ ജീവിക്കാൻ വന്നവരല്ല, അവർ റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ വന്നവരാണ്. അവർ അത്തരത്തിലുള്ള ഒരു ആൾ തന്നെയാണ്. ചോയ് നക്ഷത്രക്കാർ പൊതുവേ എല്ലാവരും പറയുന്നത് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്, സോഷ്യലാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവരൊരു നെറ്റ്വർക്ക് കിങ് തന്നെയാണ്. നിങ്ങൾ ഒരിടത്ത് ബൈൻഡായി ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്ക് ഫ്രീഡം വേണം, നെറ്റ്വർക്കിംഗ് പവർ വേണം. നിങ്ങൾക്ക് ആളുകളെ കണക്ട് ചെയ്യാൻ കഴിയും, പുതിയ കോണ്ടാക്ട്സ് ഈസിലി ഉണ്ടാക്കാൻ കഴിയും. മറ്റൊരു ഇടം സൈഡ് നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് വെച്ചാൽ ഇൻസ്റ്റെബിലിറ്റിയാണ്, കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ, ഡിസ്ട്രാക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. പോസിറ്റീവ് സൈഡ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻ്റലിജൻസ്, ഓപ്പർച്യൂണിറ്റി അട്രാക്റ്റ് ചെയ്യലോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ആളുകളെ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് കഴിയും. മാർച്ച് മാസം ജ്യോതി നക്ഷത്രക്കാർക്ക് റെസ്ട്രിക്റ്റഡ് മന്ത് തന്നെയായിരുന്നു. ഫ്രീഡം ഇല്ല, ബോറിങ് വർക്കാണ്, ഫ്രസ്ട്രേഷനാണ്, പൈസ മൊത്തം പോയി, അപമാനം അടക്കം നിങ്ങൾക്ക് വേണമെച്ചാൽ ഉണ്ടായിട്ടുണ്ടാവാം. ഒരു ഗ്രോത്തും ഉണ്ടാവില്ല, പൈസ മാത്രമേ പോയിട്ടുണ്ടാവുള്ളൂ നിങ്ങളുടെ. റിലേഷൻഷിപ്പിലും പ്രണയത്തിലും കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രഷർ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഡിസ്റ്റൻസ്, മെൻ്റൽ സ്റ്റേറ്റ് ആണെങ്കിൽ ഭയങ്കര ബോറ്, റെസ്റ്റ്ലെസ്, എസ്കേപ്പ് ചെയ്യണം എന്നൊരു ഫീലിങ്സ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇതിന്ന് എങ്ങനെയാണ് ഒരു രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. മാർച്ച് നിങ്ങളെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ
പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഏപ്രിൽ മാസത്തിൽ അങ്ങനെയല്ല. ഇതിന്നെല്ലാം കുറച്ച് അയവ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ വരിക. പുതിയ ജോബ് ചാൻസ് ഉണ്ട്, ഫ്രീഡം ബേസ്ഡ് വർക്കാണ്. നിങ്ങളങ്ങനെ ഒരാളുടെ കീഴിൽ നിന്നാലും നിങ്ങളങ്ങനെ ശോഭിക്കൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ശോഭിക്കാറുള്ളൂ. ട്രാവൽ ചാൻസ് ഉണ്ട്, പുതിയ പ്ലേസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആവും. മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടാവും. നെറ്റ്വർക്കിംഗ് മണിയൊക്കെ ഉണ്ട്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഇമ്പ്രൂവ് ഉണ്ട്. അത് പുതിയതായിട്ട് ലേൺ ചെയ്യാൻ പറ്റും. എക്സ്പോഷറും ഇൻക്രീസ് ആവും. ഏപ്രിലിൽ അട്രാക്ഷൻ എന്തായാലും കൂടും. റിലേഷൻഷിപ്പിൽ പുതിയ ആളുടെ ഒരു എൻട്രി ഉണ്ടാവും. സോഷ്യൽ സർക്കിൾ എക്സ്പാൻഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ അടക്കം നിങ്ങൾക്ക് ഏപ്രിലിൽ പുതിയൊരു പ്രണയം ഉണ്ടാവും. ചിലർക്ക് കാഷ്വൽ ലവ്, ഫൺ റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കും. ചിലർക്ക് ലോങ് ഡിസ്റ്റൻസ് ലവ് ചാൻസ് ഒക്കെ ഉണ്ട്. ശ്രദ്ധിക്കണം, കമ്മിറ്റ്മെൻറ്റ് കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യണം. ഇമോഷൻസ് ക്ലിയർ ആക്കണം. ബിസിനസ്സിൽ നെറ്റ്വർക്കിംഗ് ഗ്രോത്ത് ഒക്കെ എന്തായാലും ഉണ്ടാവും. പാർട്ട്ണർഷിപ്പിൻ്റെ ചാൻസ് ഉണ്ട്. ഓൺലൈനിൽ എന്തായാലും സക്സസ് ആവും. ഏപ്രിലിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് എന്തായാലും പീക്കാവും. നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ആളുകൾ എല്ലാം നിങ്ങളെ ഭാവിയിൽ ചേഞ്ച് എന്തായാലും കൊണ്ടുവരും. കോണ്ടാക്റ്റ് അവസരങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഫീലിങ്സൊക്കെ നിങ്ങൾക്കുണ്ടാവും. എനിക്ക് നിറയെ ഓപ്ഷൻസ് ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് നന്നായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ പാത്ത് ചൂസ് ചെയ്യാം. ആളുകൾ നിങ്ങൾ എന്തായാലും അപ്രോച്ച് ചെയ്യും. ഡിസ്ട്രാക്ഷൻ എല്ലാം അവോയ്ഡ് ചെയ്യണം. റോങ് ആളുകളെ ട്രസ്റ്റ് ചെയ്യരുത്. അതുകൊണ്ട് ഈ മാസം സ്മാർട്ടായി യൂസ് ചെയ്താൽ മാസീവ് സക്സസ് എന്തായാലും ഉണ്ടാവും. ചോയി നക്ഷത്രക്കാർ പൊതുവെ മാർച്ച് നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്തതാണ്. കുറേയൊക്കെ ഫ്രീ ഏപ്രിലാവും. ഒരു ചാൻസ് എന്തായാലും കിട്ടും ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ളത്. അതുകൊണ്ട് കറക്റ്റ് ആളുകളെ ചൂസ് ചെയ്യുക. ഏപ്രിൽ അവസാനം ഫ്രീഡം പ്ലസ് സക്സസ് പ്ലസ് നെറ്റ്വർക്ക് കിട്ടും. പക്ഷെ അത് ഒരുപാടൊന്നുമല്ല, ചെറിയൊരു അയവ് മാർച്ചിനെക്കാട്ടിലുണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിശാഖ നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയുന്നത് ആംബിറ്റിയസ് ആണ്, ഇൻറ്റൻസ് ആണ്, ഡിറ്റർമൈൻഡ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആർക്കും അറിയാത്ത ഒരു ഇടൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾക്ക് ഒബ്സഷൻ പവർ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആസക്തി വളരെ കൂടുതലാണ്. മാർച്ച് മാസം നിങ്ങളെ കുറച്ച് സ്ലോ ആക്കി എല്ലാം ഹോൾഡ് ചെയ്തു. സക്സസ് മാസമാണ് മിക്കവാറും ഏപ്രിലിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ആർക്കും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റുകയില്ല. വിശാഖ നക്ഷത്രക്കാരെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഭയങ്കര ഇൻറ്റൻസ് ആണ്, ഡിറ്റർമിനേഷൻ കൂടുതലാണ്, ആംബിറ്റിയസ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഇടൻ ട്രൂത്ത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒബ്സഷൻ പവർ നല്ല കൂടുതലാണ്. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആക്കുന്നവരെ വിടുകയില്ല. പാതിയിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോവാറില്ല. ഫോക്കസ് നല്ല കൂടുതലാണ്, എക്സ്ട്രീം ഫോക്കസ് ആണ്. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ നന്നായിട്ട് ഇഗ്നോർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ മൊബൈൽ നോക്കിയിരിക്കലൊന്നും കൂടുതൽ ടൈം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയും സുഖമായിട്ട്. നിങ്ങൾക്ക് എപ്പോഴും 2 വഴികൾ കിട്ടും. ഗുഡ്, ബാഡ്, അല്ലെങ്കിൽ സക്സസ്, അല്ലെങ്കിൽ തകർക്കൽ. ഇത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഡിറ്റർമിനേഷൻ കൂടുതലാണ്. അതുപോലെ നിങ്ങൾക്ക് ജയിക്കണം എന്നുള്ള ഒരു വാശിയും വെറിയും നല്ല കൂടുതലാണ്. നിങ്ങളെ ആരും തടുക്കാനും കഴിയില്ല. നിങ്ങളുടെ ആഗ്രഹം റിയാലിറ്റി ആക്കാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് പരിശ്രമിക്കും. മാർച്ച് മാസം വിശാഖ നക്ഷത്രക്കാർക്ക് സ്ലോ ആയിരുന്നു, പ്രഷറും കൂടുതലായിരുന്നു, കരിയറിൽ ഡിലേ ഉണ്ടായിരുന്നു, എഫേർട്ട് ഉണ്ടെങ്കിലും റിസൾട്ട് സ്ലോ ആയിരുന്നു, ഫ്രസ്ട്രേഷൻ കൂടുതലായിരുന്നു. സാമ്പത്തികമാണെങ്കിൽ നോർമൽ തന്നെയാണ്, വലിയ വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ പൈസയൊന്നും കയ്യിൽ ഉണ്ടായിട്ടില്ല. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇമോഷണൽ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരുന്നു, ഫൈറ്റ് കൂടുതലായിരുന്നു, ഡിസ്റ്റൻസ് ഉണ്ടായി, ട്രസ്റ്റ് ഇഷ്യൂ വന്നു. മെൻ്റൽ സ്റ്റേറ്റ് എന്താ വെച്ചാൽ ദേഷ്യം വരുന്നുണ്ട്. ഇതുപോലെ ആസക്തിൻ്റെ വിചാരങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഓവർ തിങ്കിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. മാർച്ച് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നല്ല ക്ഷമയുണ്ടായിരുന്നു, പക്ഷെ കൺട്രോൾ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് സ്ട്രോങ് പ്രോഗ്രസ് ആണ്. ഗോൾ എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും. അതോറിറ്റി എന്തായാലും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൺട്രോൾ കിട്ടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ എന്തായാലും ഇൻകത്തിന് വലിയ വ്യത്യാസമൊന്നും എന്തായാലും ഉണ്ടാവില്ല. വലിയ ഏർണിങ്സ് എന്തായാലും ചാൻസ് ഇല്ലാതില്ല. കുറച്ച് അഗ്രസീവ് ഗ്രോത്താണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിൽ അതിലൊരു ലാഭം കാണാൻ പറ്റും. വിദ്യ അഭ്യസിക്കുന്നവരാണെങ്കിൽ ഫോക്കസ് നല്ല പീക്കിൽ എത്തും.
ഹൈ പെർഫോമൻസ് എന്തായാലും കാഴ്ചവെക്കാൻ പറ്റും. കോമ്പറ്റേറ്റീവ് എക്സാമിൽ സക്സസ് എന്തായാലും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ ഏപ്രിലിൽ എന്തായാലും റിലേഷൻഷിപ്പ് ഭയങ്കര ഇൻറ്റൻസ് കൂടുതലായിരിക്കും. പാഷനും ഉണ്ടാവും, എന്തായാലും ഒബ്സഷൻ ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര ഡീപ്പ് ലവ് ഉണ്ടാവും. ടോക്സിക് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. സ്ട്രോങ് ഇമോഷണൽ ബോണ്ടിങ് ആയിരിക്കും. പഴയ വ്യക്തി തിരിച്ചു വരും. ശ്രദ്ധിക്കണം, ആസക്തി കൺട്രോൾ ചെയ്യുക, ടോക്സിസിറ്റി അവോയ്ഡ് ചെയ്യുക. ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് കാണുന്നുണ്ട്. കോമ്പറ്റീഷനിൽ നല്ല ഡിസ്ട്രോയ് ചെയ്യാം. അതുകൊണ്ട് ലാഭമൊക്കെ എന്തായാലും ഉണ്ടാവും. ഏപ്രിലിൽ നിങ്ങളുടെ ഈ ആസക്തി കുറച്ചും കൂടി കൂടുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ കൺട്രോൾ ചെയ്യുക. അത് മാനസികമായിട്ട് കൺട്രോൾ ചെയ്യുകയല്ല വേണ്ടത്, ആസക്തി തീർത്തിട്ട് തന്നെ കൺട്രോൾ ചെയ്യുക. എന്നാൽ നിങ്ങൾ കുറച്ച് റിലാക്സ് ആയിരിക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനം തന്നെയാണ് നിങ്ങളുടെ ജീവിതവും തീരുമാനിക്കുക. ആളുകൾ നിങ്ങളെ പേടിക്കുകയും ചെയ്യും, റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ നന്നായിട്ട് തന്നെ റിഗ്രറ്റ് ഉണ്ടാവും. ദേഷ്യം കൺട്രോൾ ചെയ്യണം. പ്രതികാരം തീർക്കലും ഒന്ന് അവോയ്ഡ് ചെയ്യണം. അനിഴ നക്ഷത്രക്കാർ പൊതുവേ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നവരല്ല. എത്ര പ്രഷർ വന്നാലും അവർ സർവൈവ് ചെയ്യും. മാർച്ച് മാസത്തിൽ കുറച്ച് ഇമോഷണൽ പെയിൻ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഏപ്രിലിൽ കുറച്ച് റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു മാസം തന്നെയാണ്. നിങ്ങളെ ഹേർട്ട് ചെയ്തപ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ ഇനി കഴിയില്ല. നിങ്ങളെ വേദനിപ്പിച്ചവരെ നിങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും കഴിയുകയില്ല. അനിഴ നക്ഷത്രക്കാർ പൊതുവേ എല്ലാവരും പറയുന്നത് ഭയങ്കര ലോയലാണ്, ഇമോഷണലാണ്, ഫ്രണ്ട്ലി ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആർക്കും അറിയാത്തൊരു ഹിഡൻ ട്രൂത്ത്, അവർ സൈലൻറ്റ് വാരിയറാണ്. അവർ മിണ്ടാണ്ട് ഇരുന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. അവർക്ക് ഒരു വേദന ടോളറേറ്റ് ചെയ്യാൻ അവർക്ക് എന്തായാലും കഴിയും. അവർ ഈസിലി ഗീവ് അപ്പ് ചെയ്യില്ല, ഒന്നും പെട്ടെന്ന് മറക്കൊന്നുമില്ല. ലോയൽറ്റി തന്നെയാണ് ഇവരുടെ പവർ. ഒരാളെ ട്രസ്റ്റ് ചെയ്താൽ ഫുള്ളി അവർ കമ്മിറ്റഡ് ആയിരിക്കും. മറ്റൊരു ഹിഡൻ സൈസ് എന്താ വെച്ചാൽ നല്ല ഹിഡൻ സ്ട്രെങ്ത് ഉണ്ട്. പുറത്തേക്ക് കാമായിരിക്കും, പക്ഷേ ഉള്ളിൽ സ്ട്രോങ് ആയിരിക്കും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഓവർ അറ്റാച്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് ഓവർ പൊസസീവ്നെസ് കാണിക്കും, ഇമോഷണലി ഹേർട്ടാവും. അതുകൊണ്ട് ഒരു ട്രസ്റ്റ് ഇഷ്യൂ എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് നല്ല ലോയലാണ്, പേഷ്യൻസ് ഉണ്ട്, നല്ല ക്ഷമയുണ്ട്, ഇമോഷണൽ ഇൻ്റലിജൻസ് നല്ല കൂടുതലാണ്. വേദന ശക്തിയാക്കാൻ നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് മാസം സ്ട്രെസ്സായിരുന്നു ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടായിരുന്നത്. വർക്കിൻ്റെ പ്രഷർ ഉണ്ടായിരുന്നു. വർക്ക് നന്നായിട്ട് ചെയ്യാനും നിങ്ങൾക്ക് പറ്റി, പക്ഷേ അപ്രീസിയേഷനിൽ കുറച്ച് കുറവ് എന്തായാലും ഉണ്ടായിരുന്നു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം കുറച്ച് സ്റ്റേബിളാണ്, പക്ഷേ ഗ്രോത്ത് കാര്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ടെൻഷൻ എന്തായാലും നിങ്ങൾക്ക് ആയിട്ടുണ്ടാവാം. റിലേഷൻഷിപ്പിൽ ആണെങ്കിലും പ്രണയത്തിലാണെങ്കിലും വേദന വന്നിട്ടുണ്ടാവാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇമോഷണലി ഡിസ്റ്റൻസ് ആയിട്ടുണ്ടാവും. ചിലവർക്ക് കാണിച്ചത് ബ്രേക്കപ്പേ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് കൂടുതലും കുറച്ച് സാഡായിരിക്കും. വെറുതെ ഓരോന്ന് കുറേ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവും. ഒറ്റപ്പെട്ട ഫീൽ ഉണ്ടായിട്ടുണ്ടാവും. മാർച്ച് നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കുക തന്നെ ചെയ്തു. നിങ്ങളെ ശക്തി എന്തായാലും യൂണിവേഴ്സ് പരീക്ഷിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ അനിഴ നക്ഷത്രക്കാർക്ക് ഒരു കംബാക്ക് മൊമെൻ്റ് തന്നെയാണ്. റെക്കഗ്നിഷൻ എന്തായാലും വരും. റെസ്പെക്റ്റ് എന്തായാലും ഇൻക്രീസ് ചെയ്യും. കുറച്ച് സ്റ്റേബിൾ പ്രോസസ്സ് തന്നെയാണ്. നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ വാല്യൂ ചെയ്യാൻ തുടങ്ങും. ഒരുപാടൊന്നുമില്ല, തെറ്റുപറ്റി എന്നുള്ള തോന്നൽ അവർക്ക് മനസ്സിലുണ്ടാവും, പക്ഷെ അതൊന്നും വെളിയിൽ വന്ന് കാണിക്കില്ല. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. സ്റ്റേബിളായിട്ടുള്ള ഒരു ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. മെല്ലെ മെല്ലെ അതെന്തായാലും ഉയരുള്ളൂ. ഇപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ ഫോക്കസ് എന്തായാലും നന്നായിട്ട് പോകും. പരീക്ഷകളിൽ വിജയിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നല്ലൊരു റിസൾട്ട് തന്നെയാണ് അവർക്ക് പഠനത്തിൽ ഉണ്ടാവുന്നത്. റിലേഷൻഷിപ്പിൽ ഏപ്രിലും വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഈ ഒറ്റപ്പെട്ട അവസ്ഥയൊക്കെ തന്നെയായിരിക്കും. പഴയ ഇഷ്യൂ കുറച്ച് ക്ലിയർ ആവും. അണ്ടർസ്റ്റാൻഡിങ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. ചിലർക്ക് ട്രൂ ലവ് എൻട്രി എന്തായാലും ഉണ്ടാവും. ലോയലാണ്, ഡീപ്പ് കണക്ഷൻ റിലേഷൻഷിപ്പിൽ എന്തായാലും ഉണ്ടാവും. ചിലർക്ക് പഴയ ആൾക്കാർ ക്ഷമ ചോദിച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, ആരെയും വിശ്വസിക്കാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്.
ഇമോഷണൽ ബാലൻസ് ചെയ്യണം. ബിസിനസ്സിലാണെങ്കിൽ സ്റ്റഡി ഗ്രോത്ത് തന്നെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പോവുകയുള്ളൂ. ട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എന്തായാലും ഉണ്ടാവും. ഒരു ലോങ് ടേം സക്സസ്സിന് ഒരു തുടക്കം എന്തായാലും കുറിക്കും. ഏപ്രിലിൽ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് എന്തായാലും ആക്ടിവേറ്റ് ആവും. നിങ്ങൾക്ക് ഫീൽ ആവും എനിക്കിത് സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ കാം ആയാലും പവർഫുള്ളായിരിക്കും. ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും, ട്രസ്റ്റും ചെയ്യും, വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങളെ ഹേർട്ട് ചെയ്തവർ നിങ്ങളെ എന്തായാലും റിഗ്രറ്റ് ചെയ്യും. വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ അവർക്ക് എന്തായാലും വരും. പ്രതികാരം തീർക്കാൻ നിൽക്കരുത്. പഴയ കാര്യങ്ങൾ വിടാൻ വേണ്ടി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഈ മാസം ശരിയായിട്ട് യൂസ് ചെയ്ത റെസ്പെക്റ്റും സമാധാനവും സക്സസ്സും എന്തായാലും വരും. മാർച്ച് മാസം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ഏപ്രിൽ നിങ്ങളെ ഹീൽ ചെയ്യും. നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഏപ്രിൽ അവസാനം നിങ്ങൾക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്തായാലും വേണം. ആരുടെ മുന്നിൽ അങ്ങനെ താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ഓപ്പണായിട്ട് അവർ ഫൈറ്റ് ചെയ്യാനൊന്നും പോവില്ല. സൈലൻ്റായിട്ട് ഗെയിം കളിക്കുന്നവരാണ്. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയതും കൊണ്ടാണ്. മാർച്ച് മാസത്തിൽ പൊതുവേ എല്ലാം തലകീഴായിട്ടായിരുന്നു. ഒക്കെ മാർച്ച് മാസത്തിലെല്ലാം ഒരു 10-10 രീതിയിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എല്ലാം സൈലൻ്റ്ലി അനലൈസ് ചെയ്യുകയായിരുന്നു. പക്ഷേ ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ കൂടുതലും മറ്റുള്ളവരെ ഭരിക്കാൻ പോകാൻ സാധ്യത കൂടുതലാണ്. പൊതുവേ എല്ലാവരും പറയുന്നത് നിങ്ങൾ നല്ല ഇൻ്റലിജൻ്റ് ആണ്, സീക്രട്ടീവ് ആണ്, നല്ല സ്ട്രോങ് ആണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഇഡൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ മാസ്റ്റർ സ്ട്രാറ്റജിസ്റ്റാണ്. നിങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്യും ഭയങ്കരമായിട്ട്. അതിനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഗെയിം മനസ്സിലാകും. ആളുകളുടെ ഇൻറ്റൻഷൻ വായിക്കാൻ കഴിയും. മറ്റൊരു സീക്രട്ട് സൈലൻ്റ് ആയിട്ട് മറ്റൊരാൾ കൺട്രോൾ ചെയ്യും. നിങ്ങൾ ഓപ്പണായിട്ട് ഡൊമിനേറ്റ് ചെയ്യില്ല, പക്ഷേ കൺട്രോൾ ചെയ്യും. മറ്റൊരു ഇഡൻ സൈഡ് സർവൈവർ മൈൻഡ് സെറ്റാണ്. ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്ത് ജയിക്കും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. റിവഞ്ച് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ നല്ല ഇൻ്റലിജൻ്റ് ആണ്. പ്ലാനിങ് നന്നായിട്ട് ചെയ്യും. ഡിസിഷൻ പവറുണ്ട്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്താ വെച്ചാൽ ഈ സക്സസ് ആകാൻ നിങ്ങൾക്ക് എങ്ങനെ പോയാലും കഴിയും. മാർച്ച് മാസം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒബ്സർവേഷൻ മന്ദമായിരുന്നു. കരിയറിലാണെങ്കിൽ സ്ലോ പ്രോഗ്രസ്, എല്ലാം മന്ദം ഒരു പോക്ക്. പ്ലാനിങ് ഫേസാണ്. ഹിഡൻ വർക്കൊക്കെ ചെയ്തു, പക്ഷേ എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്റ്റേബിൾ തന്നെയായിരുന്നു, പക്ഷേ കൂടുതലായിട്ടൊന്നും കയ്യിൽ ഉണ്ടായിരുന്നില്ല. എല്ലാം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. റിലേഷൻഷിപ്പിലാണെങ്കിൽ സൈലൻ്റ് ആയിരുന്നു, ഡിസ്റ്റൻസും വന്നു, ഹിഡൻ ഇമോഷൻസും ഉണ്ടായിരുന്നു. ചിലർക്ക് ഭയങ്കര സീക്രട്ട് എന്നുള്ള ഫീലിങ്സ് എന്തായിട്ടുണ്ടാവും. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താ വെച്ചാൽ ഭയങ്കര ഡീപ്പായിട്ട് തിങ്ക് ചെയ്തു, ഭയങ്കരമായിട്ട് ആനലൈസും ചെയ്തിട്ടുണ്ടാവും. ട്രസ്റ്റ് ഇഷ്യൂ, വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ടുണ്ടാവും. പുതിയൊരു തുടക്കത്തിനായി മാർച്ച് നിങ്ങൾ ഒരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ കരിയറിൽ ഒരു തീരുമാനം നിങ്ങൾ എന്തായാലും എടുക്കും. അത് കൂടുതലും സക്സസ്സിലേക്കേ പോവുള്ളൂ. നിങ്ങളുടെ എഫേർട്ട് അത് റിസൾട്ടായിട്ട് മാറും. അതോറിറ്റി ഇൻക്രീസ് ചെയ്യും. നിങ്ങൾക്ക് കൺട്രോൾ കിട്ടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. ഒരുപാട് ഇമ്പ്രൂവ് ഒന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ സേവ് ചെയ്യാൻ പറ്റും. സ്മാർട്ടായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. കരിയറിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇൻവെസ്റ്റ്മെൻറ്റ് ഡീല് ചാൻസ് എന്തായാലും ഉണ്ടാവും. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ നല്ല പീക്കായിരിക്കും. ആനലിറ്റിക്കൽ പവർ നല്ല സ്ട്രോങ് ആയിരിക്കും. കോമ്പറ്റേറ്റീവ് സക്സസ് ആയിരിക്കും. റിലേഷൻഷിപ്പിൽ ഏപ്രിലിൽ ഒരു ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷേ ചാടിക്കയറിയിട്ട് ഇഷ്ടമാണ് ആനയാണെന്നൊന്നും പറയരുത്. പ്രൊവോക്കേഷനൊന്നും ചെയ്യണ്ട. പക്ഷേ ഒരു സൂചന ആദ്യം തന്നെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഏപ്രിലിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അട്രാക്ഷൻ ഉണ്ടെങ്കിൽ പ്രണയമാണെന്നുള്ള രീതിയിൽ സംസാരിക്കൊന്നും വേണ്ട. എന്തോ അട്രാക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. ആദ്യം തന്നെ ഒരു ഇടൻ പ്രണയം റിവീലാവും. സീക്രട്ട് റിലേഷൻഷിപ്പിന് ചാൻസ് ഉണ്ട്. ചിലർക്ക് ഇൻറ്റൻസ് ആണ്,
പക്ഷേ പ്രൈവറ്റ് ലവ് ആയിരിക്കും. പഴയ ആൾ മെല്ലെ പതിയെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, മാനിപ്പുലേഷൻ അവോയ്ഡ് ചെയ്യുക, ട്രസ്റ്റ് ബാലൻസ് ചെയ്യണം. ബിസിനസ്സിൽ സ്ട്രാറ്റജി ബേസ്ഡ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. കോമ്പറ്റീഷൻ എന്തായാലും ഉണ്ടാവും, അതിൽ താഴ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കാം, ഉറപ്പ് കറക്റ്റായിട്ടില്ല. ഒരു ചെറിയ ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. സ്ട്രാറ്റജി പവർ ഏപ്രിലിൽ കുറച്ച് പീക്കായിരിക്കും. നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പെർഫെക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ എക്സിക്യൂട്ടീവ് ചെയ്യും. നിങ്ങൾക്കത് ഫീൽ ആവുകയും ചെയ്യും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സെന്ത് പറയണോ അത് മാത്രം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ആളുകൾ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും ഷോക്കാവും. അവരെന്തായാലും സൈലൻ്റായിട്ട് ജയിക്കും. പ്രതികാരം അവോയ്ഡ് ചെയ്യണം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. സ്മാർട്ടായിട്ട് യൂസ് ചെയ്താൽ ചെറിയൊരു സക്സസ് ഏപ്രിലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മൂലം നക്ഷത്രക്കാരുടെ ലൈഫ് പൊതുവെ സ്മൂത്തായിട്ട് പോകാറില്ല. അവർ തകർത്താലും അവരത് കെട്ടിപ്പിടിച്ച് എങ്ങനെയായാലും തിരിച്ചു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ അതിൽ പെട്ട ഒരാൾ തന്നെയാണ്. നിങ്ങൾക്ക് പഴയത് വിട്ട് പുതിയ ലൈഫ് ബിൽഡ് ചെയ്യാൻ ചാൻസ് എപ്പോഴും കിട്ടും. മൂല നക്ഷത്രക്കാർ പൊതുവേ പറയുന്ന അവർ ഭയങ്കര ബോൾഡാണ്, അവർക്ക് ധൈര്യം കൂടുതലാണ്, ഇൻറ്റൻസ് ആണ്. പക്ഷെ ആരും പറയാത്തൊരു ഇടൻ ട്രൂത്ത് ഉണ്ട്, അവർ വേരോടെ ആളുകളെ നശിപ്പിക്കും. ഉറപ്പുള്ളൊരു കാര്യമാണ്, അറിയും കൂടിയില്ല. അതിനുള്ള ശക്തി അവർക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു വലിയ സാധാരണ ഒരു പ്രതലത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു മൂല കാരണം നിങ്ങൾ എന്തായാലും കണ്ടെത്തും. ട്രൂത്ത് സീക്കറാണ്, എവിടെയാണ് സത്യം എന്നുള്ളത് നോക്കും. നിങ്ങൾക്ക് ഫേക്ക് കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സത്യസന്ധത നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് റീബർത്ത് എനർജി നന്നായിട്ട് തന്നെ ഉണ്ട്. ഒരു തവണ വീണാലും നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾ തിരിച്ചു വരും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഡിസ്ട്രക്ഷനാണ്, എല്ലാം തകർത്ത് തരിപ്പണമാക്കും. നിങ്ങൾ ദേഷ്യം കൂടുതലാണ്, ഒരു സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് എവിടെ നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ഭയങ്കര ധൈര്യമാണ്. ധൈര്യത്തോടെ തീരുമാനം എടുക്കാനും കഴിയും, ട്രാൻസ്ഫോം ചെയ്യാനും കഴിയും. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്താ വെച്ചാൽ ലൈഫ് കംപ്ലീറ്റ്ലി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. മാർച്ച് മാസത്തിൽ ഏതാണ്ട് തകർന്ന് തരിപ്പണായ പോലെ തന്നെ ആയിരുന്നു. കരിയറിലാണെങ്കിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നിട്ടുണ്ടാവാം. ഇൻസ്റ്റെബിലിറ്റി, കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ വിചാരിക്കാത്ത എക്സ്പെൻസ് മാർച്ച് 15 ശേഷം വന്നിട്ടുണ്ടാവാം. ലോസ്, ടെൻഷൻ, അൺസ്റ്റേബിൾ ഫ്ലോ നന്നായിട്ടുണ്ടാവാം. റിലേഷൻഷിപ്പിലും ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടാവും, ഒരു സത്യം റിവീലായിട്ടുണ്ടാവും, അതൊരു ഭയങ്കര പെയിൻ ആയിട്ടുണ്ടാവും. മെൻ്റൽ സ്റ്റേറ്റ്, സ്ട്രെസ്സ്, ആങ്കർ, ദേഷ്യം, എന്തോ റോങ് ആണ് എന്നൊരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് മാർച്ചിൽ ഉണ്ടായിട്ടുണ്ടാവുക. എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുകയായിരിക്കും നല്ലത്. പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്തായാലും അത് തട്ടിക്കളയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ സ്റ്റെബിലിറ്റി വരും, മെല്ലെ വരുള്ളൂ. പുതിയ ഇൻകം സോഴ്സ് സാധ്യതയുണ്ട്, പക്ഷേ സാധ്യത ഇല്ലായ്മയാണ് കൂടുതലും കാണുന്നത്. സ്മാർട്ടായിട്ട് ഏൺ ചെയ്യും. ലോസ് എല്ലാം നല്ല റിക്കവർ ചെയ്യും. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ പുതിയ ഒരു പഠനം പഠിക്കണം എന്ന് തോന്നലുണ്ടാവും. ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങൾ ലേൺ ചെയ്യും, സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ചെയ്യും. ഏപ്രിലിൽ റിലേഷൻഷിപ്പ് ക്ലിയർ ആവും. ഫേക്കായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളുടെ അടുത്തുനിന്ന് പോവും. അവർ പോകുമ്പോൾ അവരൊക്കെ ഫേക്കാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ജെന്യൂൻ ആയിട്ടുള്ള ആളുകളാണ് കൂടെ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കണം. ചിലർക്ക് പുതിയ പവർഫുൾ ലവ് എൻട്രി ഒക്കെ ഉണ്ടാവും. ഇത് ഡീപ്പ് ഓണസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ശ്രദ്ധിക്കണം, പാസ്റ്റ് വിട്ടേക്കണം. പഴയ കാര്യങ്ങളൊക്കെ വിട്ടുകളയുന്നതായിരിക്കും നല്ലത്. പ്രതികാരം തീർക്കാൻ നിൽക്കരുത്. ബിസിനസ്സിൽ പുതിയ സ്ട്രാറ്റജി, റിസ്ക് എടുക്കാനൊക്കെ തീരുമാനത്തിൽ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് പുതിയൊരു സ്റ്റാർട്ട് നിങ്ങൾ എന്തായാലും തീരുമാനിക്കും. ഏപ്രിലിൽ നിങ്ങളുടെ റീബർത്ത് എനർജി എന്തായാലും ആക്റ്റീവ് ആവും. നിങ്ങൾ പഴയ വേർഷൻ വിട്ട് പുതിയ വേർഷൻ ആവുന്ന ഉറപ്പാണ്. നിങ്ങൾക്ക് തന്നെ ഫീലാവും.
ഐ ആം നോട്ട് എ സെയിം പേഴ്സൺ എനിമോർ എന്നൊരു തോന്നൽ, ഞാൻ ഇനി പഴയ ആളായിരിക്കില്ല എന്നൊരു ഫീലൊക്കെ മനസ്സിലൊക്കെ വിചാരിക്കും. പക്ഷെ ചിലപ്പോൾ ഒക്കെ പഴയതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഒരു ധൈര്യത്തോടുള്ള തീരുമാനം എടുക്കും. നിങ്ങളെ ഹേർട്ട് ചെയ്തവർ നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം. തീരുമാനങ്ങളൊന്നും പെട്ടെന്ന് എടുക്കാണ്ടിരിക്കുക എന്നുള്ളത്. ക്ഷമ കാണിക്കുക. ലൈഫ് റീസെറ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ഏപ്രിൽ മാസത്തിന് ശേഷം എന്തായാലും ഒരു ചാൻസ് കിട്ടും. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾ അതിൽ പെട്ട ആൾക്കാർ. പൂരാട നക്ഷത്രം. ചില ആളുകളുണ്ട്, അവരങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവർ വീണാലും വീണ്ടും എഴുന്നേൽക്കും. പൂരാട നക്ഷത്രക്കാർ പൊതുവെ അതിൽ പെട്ട ഒരാളാണ്. നിങ്ങൾ വീണ്ടും ഉയരും. നിങ്ങൾക്ക് ജയിക്കാൻ വലിയ തടസ്സമൊന്നും സാധാരണ ഉണ്ടാവാറില്ല. നിങ്ങളെക്കുറിച്ച് എല്ലാവരും പറയുന്നത് നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്, നല്ല ബോൾഡ് ആണ്, നല്ല എക്സ്പ്രസീവ് ആണ്. പക്ഷെ ആരും പറയാത്ത ഒരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ ഇൻവിസിബിൾ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പെട്ടെന്ന് ആർക്കും അങ്ങനെ മനസ്സിലാവില്ല. നിങ്ങൾ അങ്ങനെ തോൽവി അക്സെപ്റ്റ് ചെയ്യില്ല. എപ്പോഴും ഫൈറ്റ് ചെയ്യും. അത് ജയിക്കണ വരെ ചെയ്യും നിങ്ങൾ. മറ്റൊരു സീക്രട്ട് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വാസമുള്ളൂ. അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് എപ്പോഴും പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്ട്രോങ് ബിലീഫും ഉണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നല്ല പവർ ഉണ്ട്. നിങ്ങൾക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാനും പറ്റും, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, നിങ്ങൾ നല്ല ഓവർ കോൺഫിഡൻസ് ആണ്. അത് നിങ്ങളെ പലപ്പോഴും കുഴിയിൽ ചാടിക്കാറുണ്ട്. പോരാത്തിന് 2 ബോൺ ആണ്, ഈഗോയും നല്ല കൂടുതലാണ്. പക്ഷേ ഈ കോൺഫിഡൻസ് നല്ലതുകൊണ്ട് ധൈര്യമുണ്ട്, ലീഡർഷിപ്പ് സ്കില്ലും നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ ഗിഫ്റ്റ് എന്താ വെച്ചാൽ, നിങ്ങളുടെ തോൽവി നിങ്ങൾക്ക് ജയം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കരിയർ പരമായിട്ട് നിങ്ങൾക്ക് വലിയ ജയമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. മീൻസ് ഡിലേ ആയിട്ടുണ്ടാവും എല്ലാ കാര്യവും. റെക്കഗ്നേഷൻ കുറഞ്ഞുണ്ടാവും. മറ്റുള്ളവർ ചിലപ്പോൾ നല്ലത് പറഞ്ഞിട്ടുണ്ടാവില്ല. കുറച്ച് ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ട് നോക്കുവാണെങ്കിൽ ഇൻകം എല്ലാം നോർമൽ തന്നെയായിരുന്നു. വരവിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചെലവും എല്ലാം ഒരേപോലെ തന്നെയായിരുന്നു. പക്ഷെ എല്ലാ കാര്യം വെയിറ്റിംഗിലാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നീണ്ടു പോയിട്ടുണ്ടാവും. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും, നല്ല ഡിസ്റ്റൻസും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ മാനസികാവസ്ഥ, ഒരു സെൽഫ് ഡൗട്ട് നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വന്നു. ഫ്രസ്ട്രേഷനും വന്നു. എനിക്ക് പറ്റുമോ എന്നുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടാവും. മാർച്ച് മാസം നിങ്ങളെ കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ്, നിങ്ങളുടെ ബിലീഫ്, അതായത് നിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ ചിലപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾ വിശ്വസിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാവും. പക്ഷെ ഏപ്രിൽ മാസത്തിൽ വേറെ വ്യത്യാസമുണ്ട്. ഈ ഡിലേ ഉള്ള കാര്യങ്ങളെല്ലാം, ഡിലേൻ്റെ ടൈം കുറച്ച് കമ്മിയാവും. അതായത് ഒരു സക്സസ് വരും, റെക്കഗ്നിഷൻ കിട്ടും, ലീഡർഷിപ്പ് ചാൻസ് കിട്ടും, മറ്റുള്ളവർ കുറച്ച് ബഹുമാനിക്കും, ബഹുമാനം കുറച്ച് കൂടുതൽ തരും, ഇൻകം നല്ല ഇമ്പ്രൂവ് ആവും, ഗ്രോത്ത് നല്ല സ്ട്രോങ് ആവും. നന്നായിട്ട് സമ്പാദിക്കണം എന്നുള്ള ഒരു തോന്നൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് സമ്പാദ്യമൊന്നും ഒരുപാടൊന്നും വരാനൊന്നും പോണില്ല. കുറച്ച് കോൺഫിഡൻസ് കൂടും. സാമ്പത്തികം വരുന്നതും കൊണ്ട് കുറച്ച് കോൺഫിഡൻസ് കൂടും. എഡ്യൂക്കേഷനിൽ വിദ്യ അഭ്യസിക്കണവരാണെങ്കിൽ, ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്തായാലും വിജയ സാധ്യത വളരെ കൂടുതലാണ്. പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യും. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് പറ്റും. റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ ഏപ്രിലിൽ അട്രാക്ഷൻ നിങ്ങൾ കുറച്ച് കൂടും. നിങ്ങൾ തമ്മിൽ നല്ല ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ നന്നായിട്ട് തന്നെ നടക്കും. അതുകൊണ്ട് പാർട്ട്ണർക്ക് എന്താണോ വേണ്ടത് അത് നടത്തി കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം. കോൺഫിഡൻസുകാരെ ആളുകൾ നിങ്ങളെ അഡ്മയറും ചെയ്യും. ചിലർക്ക് പുതിയ സ്ട്രോങ് ലവ് എൻട്രി ഉണ്ടാവും. പാഷനേറ്റ് ലീഡർഷിപ്പ് എന്തായാലും ഉണ്ടാവും. പഴയ വ്യക്തി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈഗോ കൺട്രോൾ ചെയ്യണം. പാർട്ട്ണറെ റെസ്പെക്റ്റ് തന്നെ ചെയ്യണം. പരസ്യമായിട്ട് അപമാനിക്കാനോ പാടില്ല. ഫിസിക്കൽ ഇൻറ്റിമസി നടക്കുമ്പോഴും ഒട്ടും ബോഡി ഷെയ്മിങ് പാടില്ല. അതെല്ലാം നിങ്ങൾ നോക്കിയേ പറ്റുള്ളൂ. ബിസിനസ്സിലാണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യും. പേഴ്സണൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വർക്ക്സുകളൊക്കെ വരും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ലാഭമൊക്കെ ഉണ്ട്.
ഏപ്രിൽ ആദ്യ വാരത്തിലാണ് കുറച്ച് ലാഭം കൂടുതലുണ്ടാവുക, അതിനുശേഷം കുറച്ച് കുറവ് തന്നെയായിരിക്കും. ഏപ്രിലിൽ നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ച് നന്നായിട്ട് കൂടുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിലും ജയിക്കാൻ കഴിയുമെന്നുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടാവും. ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കും, റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഓപ്പൺ ആവും. നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ ഭയങ്കര സർപ്രൈസ് ആവും. നിങ്ങൾ നന്നായിട്ട് തന്നെ ഷൈൻ ചെയ്യും. പക്ഷെ ഓവർ കോൺഫിഡൻസ് എന്തായാലും അവോയ്ഡ് ചെയ്യുക. ക്ഷമ മെയിൻറ്റെയിൻ ചെയ്യുക, പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് ക്ഷമ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു മാസം ശരിയായിട്ട് ഉപയോഗിച്ചാൽ നല്ലൊരു ജയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ സംസാരിക്കുമ്പോൾ കൂടുതലും ഇംഗ്ലീഷ് വാക്കുകൾ നന്നായിട്ട് വരുന്നു എന്നുള്ള കമൻറ്റ് ബോക്സിൽ കുറേ പരാതികൾ കണ്ടു. അത് പറയുമ്പോൾ അറിയാണ്ട വന്നു പോവാണ്. അതിൻ്റെ മലയാളം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് വായിൽ വരാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ജാതകത്തെ പറ്റി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു ചെറിയൊരു സക്സസ് ഒന്നും ഉണ്ടാവില്ല. ബിഗ് അച്ചീവ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. വലിയ സക്സസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മിക്കപ്പോഴും നിങ്ങൾ തോറ്റു പോവാറുണ്ട്. മാർച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്ലോ ആയിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പലകം വേണിച്ച് നിങ്ങൾക്ക് മാർച്ച് പകുതിക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടാവാം. ഒരു അച്ചീവ്മെൻറ്റും അതോറിറ്റിയും കിട്ടുന്ന ഒരു മാസമായിരിക്കും കൂടുതലും ഏപ്രിൽ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു സക്സസ് നിങ്ങൾക്ക് ഏപ്രിലിൽ ഉണ്ടാവും. കാര്യങ്ങളൊന്നും ഡിലേ ഏപ്രിലിൽ കാര്യമായിട്ട് ഉണ്ടാവില്ല. ഉത്രാട നക്ഷത്രക്കാരെ പറ്റി എല്ലാവരും പറയുന്നത് ഭയങ്കര ഡിസിപ്ലിനാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല സീരിയസ് ആണ്. പക്ഷെ ആരും പറയാത്തൊരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. നിങ്ങൾ കിങ് മേക്കർ മൈൻഡ് സെറ്റാണ്. എല്ലാവരും നിങ്ങളെ രാജാവിനെ പോലെ കാണണം, അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ കാണണം, എല്ലാവരും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു വിചാരം എപ്പോഴും ഉണ്ട്. ഒരു ക്രൗഡിലൊക്കെ വരുമ്പോൾ എല്ലാവരും എന്നെ കണ്ടിട്ട് നല്ലത് പറയണം എന്നുള്ള ആഗ്രഹമൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ കഴിയും. സ്ലോ ആയാലും കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് പോവുക. പക്ഷെ സ്ലോ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പലരും തള്ളിവിടാറുണ്ട്. അതോറിറ്റി പവർ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതായത് ഒരു രാജകീയമായിട്ടുള്ള ഒരു രീതിയാണ് നിങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. ലീഡർഷിപ്പ് നാച്ചുറലി വരും. നിങ്ങൾ മറ്റുള്ളവരെ കമാൻഡ് ചെയ്യും. അതുകൊണ്ട് ആളുകൾ നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് പറ്റുകയും ചെയ്യും. ലെഗസി തിങ്കിങ് ആണ്, അതായത് പാരമ്പര്യം വേണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതൊന്നും ഷോർട്ട് ടേമിലേക്ക് ആവശ്യമില്ല, ഒരുപാട് ലോങ് ടേം സക്സസ് ആണ് നിങ്ങൾക്ക് വിചാരിക്കുന്നത്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും സ്ട്രെസ്സാണ്. കാരണം കുറച്ച് പെർഫെക്ഷൻ നോക്കണം കൊണ്ട് സ്ട്രെസ് എപ്പോഴും വരും. ഓവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും, എല്ലാവരുടെ കാര്യം ഏറ്റെടുക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നല്ല ഡിസിപ്ലിനാണ്, നല്ല ലീഡർഷിപ്പ് സ്കില്ലും ഉണ്ട്, കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്യും. നിങ്ങൾ എന്താ വെച്ചാൽ എഫേർട്ട് എടുക്കും. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വിജയിക്കും, മെല്ലെ ആയാലും. മാർച്ച് മാസത്തിൽ ക്ഷമയുടെ നെല്ലിപ്പലകിയ മാസമായിരുന്നു. കാര്യങ്ങളെല്ലാം സ്ലോ ആയിരുന്നു. പോരാത്തതിന് കരിയറിൽ വർക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് ഡിലേ വന്നതുകൊണ്ട് കുറച്ച് ചീത്തകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. സാമ്പത്തികം നോക്കുമെങ്കിൽ സ്റ്റേബിൾ ആയിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വരവ് ചിലവെല്ലാം കോമൺ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമൊന്നും മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. റിലേഷൻഷിപ്പിൽ സ്പെൻഡ് ചെയ്യണ ടൈം കുറവായെങ്കിൽ എപ്പോഴും അതിൻ്റെ ബേസിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും എപ്പോഴും ഫൈറ്റ് നടന്നിട്ടുണ്ടാവാം. ഇമോഷണൽ ഡിസ്റ്റൻസ് കുറച്ച് വന്നിട്ടുണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടാവും. മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങൾക്ക് സ്ട്രെസ്സ്, നല്ല ടയേർഡായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു. എപ്പോഴാണ് റിസൾട്ട് വരിക എന്നൊരു ഫീലിങ്സ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. മാർച്ച് മാസം നിങ്ങളെ ടെസ്റ്റ് ചെയ്തു, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അത് തുടരുക തന്നെ ചെയ്യുക. ഏപ്രിൽ മാസത്തിൽ ഒരു പ്രമോഷൻ സാധ്യതയുണ്ട്, ലീഡർഷിപ്പ് റോളും നിങ്ങൾക്ക് കിട്ടും, അതോറിറ്റി ഇൻക്രീസ് കിട്ടും, നിങ്ങൾക്കൊരു പവർ കിട്ടും. പക്ഷേ റെസ്പോൺസിബിളും കൂടും, അതിനൊപ്പം സ്ട്രെസ്സും നിങ്ങൾക്ക് എന്തായാലും ഏപ്രിലിൽ ഉണ്ടാവും. ഇൻകമിൽ കാര്യമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ താഴ്ന്നു പോവില്ല, കൂടാനേ സാധ്യതയുള്ളൂ. സ്റ്റേബിൾ ആയിരിക്കും. ഒരു ലോങ് ടേം വെൽത്തിനുള്ള ഒരു പ്ലാൻ എന്തായാലും ഉണ്ടാവും.
എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, അതിൽ സക്സസ് എന്തായാലും ഏപ്രിലിൽ ഉണ്ടാവും. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫോക്കസ് കൂടും, ഡിസിപ്ലിനായിട്ട് വർക്കിംഗ് ചെയ്യും, അതുകൊണ്ട് റിസൾട്ട് ഹൈ ആയിരിക്കും. റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ കുറച്ച് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തും. അത് വേണിച്ചാൽ ഇനി വേണ്ടെന്ന് വെക്കുകയായിരിക്കാം, അല്ലെങ്കിൽ എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയും വരും. ഒരു മെച്യൂരിറ്റി വരും, അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ഉണ്ടാവും. അതാ ഉദ്ദേശിച്ചത്. ചിലർക്ക് കല്യാണം കഴിക്കണം എന്നുള്ള കാര്യത്തിലേക്ക് സംസാരം എന്തായാലും വരും. ലോങ് ടേം സ്റ്റേബിൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ബിസിനസ് ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഏപ്രിൽ ആദ്യം തന്നെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. അതിന് ശേഷം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ചെറിയ തടസ്സങ്ങൾ വരും. വലിയ ഡീലൊക്കെ എന്തായാലും ഉണ്ടാവും. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഏപ്രിലിൽ നിങ്ങളുടെ അച്ചീവ്മെൻ്റ് എനർജി എന്തായാലും ആക്ടിവേറ്റ് ആവും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് ഇനി ഏപ്രിൽ മുതൽ അങ്ങോട്ട് കുറച്ചൊക്കെ കാണാൻ തുടങ്ങും. താഴോട്ട് പോകാനും സാധ്യതയുണ്ട്, മേലോട്ട് വരാനും സാധ്യതയുണ്ട്. ആളുകൾ കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ തന്നു തുടങ്ങും. നിങ്ങളുടെ പൊസിഷൻ എന്തായാലും കുറച്ച് സ്ട്രോങ് ആവും. നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവർ കുറച്ച് മൗനം പാലിക്കും. മാനേജ് ചെയ്യണം. ഓവർ ടൈം വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. 8 മണിക്കൂർ അതിൽ കൂടുതൽ ഉറങ്ങി എന്ന് നിങ്ങൾ സ്വയം ബോധ്യം വരുത്തുക. ഹെൽത്ത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. തിരുവോണ നക്ഷത്രമാർ പൊതുവെ പെട്ടെന്ന് സക്സസ് ഇവർക്ക് വരാറില്ല. ഇവർ സാമ്പത്തികം മെല്ലെ ബിൽഡ് ചെയ്ത് വരികയേ ചെയ്യുള്ളൂ. ഇവർ കടക്കാരനായിട്ട് പോവല് വളരെ കമ്മിയായിരിക്കും. മാർച്ച് മാസം പൊതുവെ കുറച്ച് സ്ലോ ആയിരുന്നു, പക്ഷെ ഡിസിപ്ലിനായിട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. വെൽത്ത് ഉള്ള ഒരു മാസം തന്നെയായിരുന്നു മാർച്ച്, പക്ഷെ എന്നാൽ ഗ്രോത്ത് ഒരുപാട് ഉണ്ടായുമില്ല. തിരുവോണ നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവേ എല്ലാവരും പറയും നല്ല ഡിസിപ്ലിനാണ്, കാമാണ്, എപ്പോഴും കാമായിട്ടിരിക്കും, നല്ല ഇൻ്റലിജൻ്റ് ആണ്, അത് ബുദ്ധിശക്തി കൂടുതലുള്ള വ്യക്തിയാണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ആരും പറയാത്തൊരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. സൈലന്റ് വെൽത്ത് ബിൽഡറാണ് എന്ന് വെച്ചാൽ ആരും അറിയാണ്ട് നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരുന്നത് മറ്റാർക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നിങ്ങളത് വെളിയിൽ കാണിക്കാറുമില്ല. അത്ര ഫ്ലാഷി ഒന്നുമല്ല. നല്ല മെല്ലെ ക്വയറ്റായിട്ടാണ് ഗ്രോ ചെയ്യുക. നിങ്ങൾക്ക് ലേണിംഗ് പവർ ഉണ്ട്. പെട്ടെന്നെല്ലാം പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. പഠിക്കാനും നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. നോളേജാണ് സക്സസ് എന്നൊരു വിചാരം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. മറ്റൊരു ഇടൻ സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾ നെറ്റ്വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ കുറച്ച് ഹൈ നെറ്റ്വർക്കുള്ള ആൾക്കാരെ നോക്കും, അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ആളുകളുടെ റെസ്പെക്റ്റ് പെട്ടെന്ന് തന്നെ കിട്ടും. വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഓവറായിട്ട് തിങ്ക് ചെയ്യും, കാര്യങ്ങളൊക്കെ മെല്ലെ എടുക്കാറുള്ളൂ. സെൽഫ് ഡൗട്ടും നല്ല കൂടുതലാണ്, സ്വയം സംശയമുണ്ട്. കാര്യങ്ങൾ മെല്ലെ ഡിസിഷൻ എടുക്കുന്നത് പലപ്പോഴും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. പല സമയത്തും അത് തെറ്റായി പോയിട്ടുമുണ്ട്. പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ നല്ല ഡിസിപ്ലിനാണ്, നല്ല ക്ഷമയുള്ളവനാണ്, വെൽത്ത് മൈൻഡ് സെറ്റാണ്. എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു വിചാരം നന്നായിട്ട് തന്നെയുണ്ട്. നിങ്ങളുടെ അറിവ് തന്നെയാണ് നിങ്ങൾക്ക് പൈസ തരാൻ പോകുന്നത്. മാർച്ച് മാസം തിരുവോണ നക്ഷത്രക്കാർക്ക് സ്ലോ ഗ്രോത്ത് മന്തായിരുന്നു. വർക്ക് ലോഡ് കൂടുതലായിരുന്നു. വർക്കെല്ലാം ചെയ്തു, പക്ഷേ സ്ട്രെസ് തന്നെയായിരുന്നു. കാര്യങ്ങളൊക്കെ സ്ലോ ആയിരുന്നു. നിങ്ങളുടെ പേഷ്യൻസ്, അതായത് ക്ഷമ നന്നായിട്ട് തന്നെ പരീക്ഷിച്ചു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം സ്റ്റേബിൾ ആയിരുന്നു. ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരുന്നു. സേവിങ്സ് എല്ലാം ഒരു ഓക്കെ എന്നുള്ള ഇതായിരുന്നു. റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും കുറച്ച് കാമായിരുന്നു, പക്ഷേ ഇമോഷണൽ ഡിസ്റ്റൻസ് കുറച്ചുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ കുറച്ച് ടയേർഡായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ഓവർ തിങ്കിങ് ആയിരുന്നു, സ്ലോ ആണ് എന്നൊരു ഫീലിംഗ് നന്നായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു. മാർച്ച് നിങ്ങളെ ടെസ്റ്റ് ചെയ്തു. പേഷ്യൻസും ഡിസിപ്ലിനും ഒരുമിച്ചുള്ള ഒരിതാണ്. ഏപ്രിൽ മാസത്തിൽ അങ്ങനെയല്ല, വെൽത്തൊക്കെ സ്റ്റേബിൾ തന്നെയായിരിക്കും. ഗ്രോത്തിൻ്റെ ഒരു ആദ്യ പടി ഏപ്രിലിൽ എന്തായാലും തുടങ്ങും. റെസ്പെക്റ്റ് എന്തായാലും കൂടിക്കിട്ടും. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. സ്ലോ ബിൽഡാണ്, പക്ഷേ സ്ട്രോങ് പ്രോഗ്രസ് ആയിരിക്കും. ഇൻകം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും. സേവിങ്സ് ഇൻക്രീസ് ചെയ്യും. ലോങ് ടേം വെൽത്ത് എന്തായാലും ബിൽഡ് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോപ്പർട്ടി ചാൻസ് എല്ലാം ഉണ്ട്. നോളേജും എന്തായാലും ഇൻകം തരാൻ പറ്റും. നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നവരാണെങ്കിൽ ലേണിംഗ് പവർ പീക്കിലെത്തുന്നൊരു മാസമാണ്.
നോളേജ് എന്തായാലും കൂടിക്കിട്ടും, നല്ല പെർഫോം ചെയ്യാൻ പറ്റും, പരീക്ഷകളിൽ വിജയിക്കാനും സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മാർച്ചിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരിക്കും ഏപ്രിലിൽ, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും, വിശ്വാസവും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. ചിലർക്കത് സീരിയസ് റിലേഷൻഷിപ്പ്, മാരേജ് ടാക്കൊക്കെ ചിലപ്പോൾ സംസാരത്തിൽ വന്നേക്കാം. സമാധാനം എന്തായാലും ഉണ്ടാവും. സമാധാനം ഇല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത്. സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം എന്താ കിട്ടണം അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിസിനസ് പ്രകാരം സ്റ്റഡി ഗ്രോത്താണ്, ബ്രാൻഡ് വാല്യൂ എന്തായാലും ഇൻക്രീസ് ആവും, ലോങ് ടേം പ്രോഫിറ്റിനുള്ള ഒരു ഫസ്റ്റ് ചാൻസ് കിട്ടും. ഏപ്രിലിൽ വെൽത്ത് എനർജി ആക്ടിവേറ്റ് ആവും, അത് മെല്ലെ മെല്ലെ കൂട്ടി വരികയാണ് വേണ്ടത്. നിങ്ങൾ മെല്ലെ ബിൽഡ് ചെയ്തത് ഏപ്രിലിന് ശേഷമാണ് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. നിങ്ങൾ കുറച്ചും കൂടി ലക്ഷറി ലൈഫ് ആഗ്രഹിക്കും, അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ഈ മാസം സ്മാർട്ടായിട്ട് യൂസ് ചെയ്ത സ്ട്രോങ് ഫിനാൻഷ്യൽ എന്തായാലും ഫ്യൂച്ചറിൽ ഉണ്ടാവും. അതിനുവേണ്ടി കുറേ ഫിനാൻഷ്യൽ ബുക്സ് എല്ലാം വായിക്കുന്നത് നല്ലതായിരിക്കും. തിരുവോണ നക്ഷത്രക്കാർ മാർച്ച് നിങ്ങളെ കുറച്ച് സ്ലോ ആക്കി കാര്യങ്ങളെല്ലാം. ഏപ്രിലിൽ സ്ലോ കുറച്ച് കമ്മിയാവും. എപ്പോഴും ക്ഷമ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുക. അവിട്ടം നക്ഷത്രം. അവിട്ട നക്ഷത്രത്തിലെ ചില ആൾക്കാർ പെട്ടെന്ന് തന്നെ വളരും, എന്നാൽ ചിലർ സ്ലോ ആയിട്ടാണ് ബിൽഡ് ചെയ്യാറുള്ളത്. അവിട്ട നക്ഷത്രക്കാരുടെ ജീവിതം പെട്ടെന്ന് മാറിപ്പോകുന്നതാണ്. നിങ്ങൾ അതിൽ പെട്ട ഒരാളാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന സക്സസ് ചിലപ്പോൾ പെട്ടെന്ന് വരാനൊക്കെ സാധ്യത ഉണ്ടാവാറുണ്ട്. അവിട്ട നക്ഷത്രക്കാരെ കുറിച്ച് എല്ലാവരും പറയണത് ഭയങ്കര എനർജറ്റിക് ആണ്, നല്ല ബോൾഡാണ്, നല്ല ഫാസ്റ്റാണ് എന്നൊക്കെ പറയും. പക്ഷെ ആരും പറയാത്തൊരു ഇഡൻ ട്രൂത്ത് ഉണ്ട്. മണി മാഗ്നറ്റ് എനർജി വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പൈസ വരും, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മണി അട്രാക്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. എസ്പെഷ്യലി ഫാസ്റ്റ് ഡിസിഷൻ എടുത്താൽ, പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുത്താൽ അതിൽ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പൈസ വരും. ആക്ഷൻ മൈൻഡ് സെറ്റാണ്. അങ്ങനെ ഓവർ തിങ്കിങ് ഒന്നും കാര്യമായിട്ട് നിങ്ങൾക്കില്ല. എല്ലാം ആക്ഷനാണ്, ഡയറക്റ്റ് ആക്ഷനാണ്. മറ്റൊരു ഇഡൻ സൈഡ് എന്താ വെച്ചാൽ റിസ്ക് എടുക്കാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള ധൈര്യക്കുറവുണ്ട്, പക്ഷെ എന്നാലും റിസ്ക് നിങ്ങൾ എടുക്കും. അതുകൊണ്ട് സക്സസ് ഭയങ്കര വലുതായിരിക്കും. നിങ്ങളുടെ ആർട്ട് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ക്ഷമയില്ല, പെട്ടെന്ന് ദേഷ്യം വരും, പല ഡിസിഷനും തെറ്റായി പോവാറുമുണ്ട്. നിങ്ങളുടെ ആക്ഷൻ പെട്ടെന്ന് സമ്പത്ത് വരാൻ നിങ്ങൾക്ക് കഴിയും, അതാണ് നിങ്ങളുടെ പ്രത്യേകത. ഈ കഴിഞ്ഞ മാർച്ച് മാസം അവിട്ട നക്ഷത്രക്കാർക്ക് ഫ്രസ്ട്രേഷൻ മന്തായിരുന്നു. മാർച്ച് ആദ്യമൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മാർച്ച് പകുതി ആയപ്പോൾ കുറച്ച് എല്ലാം ഡിലേ ആവാൻ തുടങ്ങി, ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ബ്ലോക്ക് ആവാൻ തുടങ്ങി, ദേഷ്യം വരാൻ തുടങ്ങി. എപ്പോഴും വരുന്ന മണി അത് കുറച്ച് സ്ട്രക്കായി, പെട്ടെന്ന് തന്നെ എക്സ്പെൻസ് കൂടിപ്പോയി. ക്യാഷിൻ്റെ ഒരു ഫ്ലോയിലാണ് പ്രശ്നം വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ അടി ഉണ്ടായി, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടായി. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് നല്ല ഫ്രസ്ട്രേഷൻ എന്തായാലും ഉണ്ടായിരുന്നു, നല്ല ദേഷ്യം വന്നു, എന്താണ് നടക്കുന്നതെന്നൊരു ഫീലിങ്സ് എന്തായാലും ഉണ്ടായിരുന്നു. മാർച്ച് നിങ്ങളെ കുറച്ച് സ്ലോ ആക്കി, അതുകൊണ്ട് നിങ്ങളെ കൺട്രോൾ എന്തായാലും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ മാസത്തിൽ അവിട്ട നക്ഷത്രക്കാർക്ക് ഒരു സഡൻ ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും വരും. ഒരു ഫാസ്റ്റ് ഗ്രോത്ത്, അത് ഒരു ചെറിയൊരു ഗ്രോത്ത് എന്തായാലും. ഈ ഡിലേ ആയ സംഭവങ്ങളെല്ലാം ഡിലേ നിൽക്കും, പുതിയൊരു ചാൻസ് കിട്ടും, പെട്ടെന്ന് ഡിസിഷൻ എടുക്കും, അതിലെന്തായാലും സക്സസ് ഉണ്ടാവും. മണി ഫ്ലോ എന്തായാലും കൂടി കിട്ടും, കറക്റ്റായിട്ടുള്ള മണി എന്തായാലും കിട്ടും. ഇൻകം സഡൻ ആയിട്ട് തന്നെ വരും. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്തായാലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. ബിസിനസ്സിനും എന്തായാലും ഇൻകം പ്രശ്നമൊന്നുമില്ല, വരാനുള്ള സാധ്യത തന്നെയുണ്ട്. ക്യാഷ് ഫ്ലോ സ്ട്രോങ് തന്നെയാണ്. പഠിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ റിസൾട്ടും ഉണ്ടാവും. റിലേഷൻഷിപ്പിൽ ഇരിക്കണവരാണെങ്കിൽ റിലേഷൻഷിപ്പ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ എല്ലാം നന്നായിട്ട് തന്നെ പോകും, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്തെങ്കിലും ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് പറയുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ഒരു പെട്ടെന്നൊരു അട്രാക്ഷൻ വരും. എക്സൈറ്റിംഗ് റിലേഷൻഷിപ്പൊക്കെ എന്തായാലും ഉണ്ടാവും. ബിസിനസ്സിൽ
ഡീല് ഭയങ്കര സ്പീഡായിരിക്കും. അതുകൊണ്ട് പ്രോഫിറ്റ് എന്തായാലും കുറച്ച് കൂടും. എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏപ്രിലിൽ നിങ്ങളുടെ ആക്ഷൻ എനർജി നല്ല പീക്കിൽ നിൽക്കും. എന്തായാലും ആക്ഷൻ എടുത്താൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങളെ ആർക്കും അങ്ങനെ തടുക്കാനൊന്നും പറ്റില്ല. ചതയ നക്ഷത്രത്തിലെ ചില ആളുകൾ അങ്ങനെ നോർമലായിട്ട് വളരുകയൊന്നുമില്ല. മിക്ക ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജീവിതവും ഭയങ്കര ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരിക്കും. വിചാരിക്കാത്ത സംഭവങ്ങൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. നിങ്ങൾ അതിൽ പെട്ട ഒരാളായിരിക്കും. മാർച്ച് മാസം ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കി, ഡയറക്ഷൻ ഇല്ലാത്ത പോലെ ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് മാർച്ച് അവസാനമാകുമ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ചതയ നക്ഷത്രക്കാരെ കുറിച്ച് എല്ലാവരും പറയണത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, യുണീക്കാണ്, അവരെ പോലെ അവർ മാത്രമേ ഉള്ളൂ, ഇൻഡിപെൻഡൻ്റ് ആണ്, അവർക്ക് അങ്ങനെ ആരുടെയും കീഴിൽ നിൽക്കാനൊന്നും ഇഷ്ടമല്ല. പക്ഷെ ആരും പറയാത്ത ഒരു ഹിഡൻ ട്രൂത്ത് എന്താ വെച്ചാൽ ഇന്നോവേഷൻ കിങ് ആണ്. പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യും. നിങ്ങൾ സാധാരണ ആളുകളെ പോലെ തിങ്ക് ചെയ്യാറും ഇല്ല. കുറച്ച് ഡിഫറെൻ്റ് ഐഡിയാസ് ഒക്കെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. ലക്ക് നന്നായിട്ട് ആക്ടിവേഷൻ പവർ ഉണ്ടാവും. കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ നിങ്ങൾ എന്തായാലും എത്തും. സഡൻ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. മറ്റൊരു ഇടൻ സൈഡ് എന്താ വെച്ചാൽ ലോണൽ എനർജിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഭയങ്കര ശക്തി ഉള്ളവരായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടം. അതും കൊണ്ട് വളരെ ആഴത്തിൽ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്ന് വെച്ചാൽ ഐസൊലേഷനാണ്, ഓവർ തിങ്കിങ്ങും ഉണ്ട്, അൺപ്രഡിക്റ്റബിൾ ഡിസിഷനും ഉണ്ട്. പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ നല്ല ഇൻ്റലിജൻ്റ് ആണ്, ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. അതൊരു പ്രത്യേകത തന്നെയാണ്. ചിലപ്പോൾ ജീവിത അവസാനം വരെയും ഭാഗ്യമില്ലാത്ത ചതയ നക്ഷത്രക്കാരും ഉണ്ട്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ഐഡിയ ഉണ്ട്. നിങ്ങൾക്ക് സക്സസ് ആവാൻ ആ ഐഡിയ മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു എല്ലാത്തിലും. ഡയറക്ഷൻ കറക്റ്റായി കിട്ടുന്നില്ല. ഒറ്റയ്ക്കായതും കൊണ്ട് തന്നെ, ഒറ്റയ്ക്ക് പണിയെടുത്തതും കൊണ്ട് തന്നെ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എന്ത് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ. ഞാൻ ഇത് കറക്റ്റാണോ എന്നുള്ള വിചാരമൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കുറച്ച് അൺസ്റ്റേബിൾ ആയിരുന്നു. വിചാരിക്കാത്ത ചെലവുകൾ ഒക്കെ നന്നായിട്ട് വന്നു. ഫൈനാൻഷ്യൽ കൺഫ്യൂഷൻ വന്നു, എന്ത് ചെയ്യണം എന്നുള്ളത്. റിലേഷൻഷിപ്പിൽ കുറച്ച് ഡിസ്റ്റൻസ് വന്നു. ഇമോഷണലി കുറച്ച് ഗ്യാപ്പ് വന്നു. സംസാരം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താ വെച്ചാൽ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്. ഒറ്റയ്ക്കായി പോയിട്ടുണ്ടാവും. ഒറ്റയ്ക്കായിരിക്കും കൂടുതലും. എന്താണ് അടുത്തത് എന്നൊരു ഡൗട്ട് നന്നായിട്ടുണ്ടാവും. മാർച്ച് മാസം നിങ്ങളെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തു, ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഏപ്രിൽ മാസത്തിൽ അങ്ങനെയല്ല. ഒരു ഓപ്പർച്യൂണിറ്റി ഏപ്രിൽ ആദ്യം തന്നെ കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഏപ്രിൽ മാസത്തിൽ നോക്കണ്ട. വിചാരിക്കാത്ത ഒരു ഗ്രോത്ത് അതിലുണ്ടാവും. പുതിയൊരു വഴി നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടും. അതിലൂടെ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ വിചാരിക്കാത്ത ഒരു സമ്പത്ത് നിങ്ങൾക്ക് വരും. സർപ്രൈസ് ഇൻകം, ഒരു ലക്ക് ബേസ്ഡ് ആണ്. ഓൺലൈൻ ക്രിയേറ്റീവ് ഇൻകം ചാൻസ് ആണ് കൂടുതലും കാണുന്നത്. അതായത് ജാക്ക്പോട്ട് ടൈപ്പ് മൂവ്മെൻറ്റ്, ലോട്ടറി ഒക്കെ അടിക്കാൻ സാധ്യത കൂടുതലാണ് ഏപ്രിൽ മാസത്തിൽ. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് നല്ല പീക്കിലെത്തും. അതായത് നിങ്ങൾക്ക് റിസൾട്ടൊക്കെ എന്തായാലും വരും. പഠിക്കണവരാണെങ്കിൽ റിസൾട്ടിൽ വിജയ സാധ്യത നന്നായിട്ട് തന്നെ ഉണ്ട്. റിലേഷൻഷിപ്പിൽ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഏപ്രിൽ റിലേഷൻഷിപ്പ് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഉള്ളത് ചിലപ്പോൾ വിട്ടുപോകാനും സാധ്യതയുണ്ട്, പുതിയത് വരാനും സാധ്യതയുണ്ട്. ചിലർക്ക് പഴയ ആൾക്കാർ തിരിച്ചു വരും. അവർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാണ്ട് കുറച്ച് ബൗണ്ടറിയിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. ബിസിനസ്സിൽ പുതിയ ഐഡിയ എന്തായാലും സക്സസ് ആവും. അതിൽ ലാഭം എന്തായാലും ഉണ്ടാവും. ഓൺലൈൻ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. റിസ്ക് എടുത്താൽ എന്തായാലും വലിയൊരു ബ്രേക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കാത്ത ഒരു സംഭവം ഏപ്രിലിൽ എന്തായാലും നടക്കും. നിങ്ങളുടെ ലൈഫ് ചെറിയൊരു വ്യത്യാസം വരും.
പൂരുരുട്ടാതി നക്ഷത്രം അവർ പൊതുവെ അത്ര നോർമൽ ആയിരിക്കില്ല. അവരുടെ ലൈഫ് ഭയങ്കര മിസ്റ്ററി നിറഞ്ഞതായിരിക്കും. ട്രാൻസ്ഫോർമേഷൻ കണ്ട് മാറുന്നവരാണ്. അതായത് കാര്യങ്ങളെല്ലാം കുറച്ച് മറച്ച് വെച്ചിട്ട് നടക്കുന്നവരായിരിക്കും ഇവർ കൂടുതൽ. ഇവരെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഒരുപാട് ആലോചിക്കുന്നവരാണ്, ഭയങ്കര ഭക്തി കൂടുതലാണ്, ഭയങ്കര മിസ്റ്റീരിയസ് ആയിരിക്കും ഇവരുടെ മനസ്സിൽ എന്താണ്, ഇവരെന്താ ചെയ്യണമെന്നുള്ളത് മിക്കവർക്കും അറിയില്ല. അതൊരു അട്രാക്ഷനാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട്. ആരും പറയാത്തൊരു ഇടൻ ട്രൂത്ത് ഉണ്ട്. ഇന്നർ പവർ ഭയങ്കര കൂടുതലാണ്. മനസ്സിൻ്റെ ഒരു ആന്തരിക ശക്തി വളരെ കൂടുതലാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് എന്തായാലും സക്സസ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് നിരീക്ഷിക്കും സൈലൻ്റ് ആയിട്ട്. ശരിയായ സമയം വന്നാൽ നല്ല രീതിയിൽ ആക്ഷൻ വരും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫോം ആയിട്ട് ഇങ്ങനെ മാറി മാറിയും കൊണ്ടേയിരിക്കും. ലൈഫിൽ പല സമയത്തും പല ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓരോരോ ചേഞ്ചസ് നിങ്ങളെ സ്ട്രോങ് ആക്കുകയും ചെയ്യും. ഭയങ്കര മാഗ്നറ്റിക് പേഴ്സണാലിറ്റിയാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളെ കാന്തം പോലെ ആകർഷിക്കും. ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ നന്നായിട്ട് കൂടിക്കൂടി വരുന്നുണ്ട്. അതൊരു പരാതിയായിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ കാണുകയും ചെയ്തു. അത് ഓട്ടോമാറ്റിക്കലി അത് വരികയാണ്. അത് മാറ്റാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഞാനത് മെല്ലെ മെല്ലെ ശ്രമിക്കാം. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് എന്താ മനസ്സിലാവാത്തതെന്നുള്ളത് ചോദിക്കാവുന്നതാണ്. ആളുകൾക്ക് നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. അതായത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളിൽ ഒരു അട്രാക്ഷൻ എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഭയങ്കര മൂഡ് സ്വിങ്സ് ഭയങ്കര കൂടുതലാണ്. നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും എക്സ്ട്രീം തോട്ട്സ് ആണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയൊക്കെയോ ചിന്തിക്കും. ഒറ്റപ്പെട്ട അവസ്ഥ എപ്പോഴും ഉണ്ടാവും. ഐസൊലേഷൻ ഉണ്ടാവും. അത് ഒറ്റപ്പെട്ട അവസ്ഥ മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് ഡീപ്പ് ഇൻ്റലിജൻസ് ഉണ്ട്. പവർഫുൾ മൈൻഡ് സെറ്റാണ്. കാര്യങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിയും. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇതേ കാര്യത്തിൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ഒരു സ്ലോ ആയിരുന്നു. അതുകൊണ്ട് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയി. സാമ്പത്തികം ഉള്ളതിൽ നിന്നും കുറച്ച് കുറവ് ആണ് നിങ്ങൾക്ക് വന്നത്. വിചാരിക്കാത്ത എക്സ്പെൻസും വന്നതുകൊണ്ട് പ്ലാനിങ് എല്ലാം തകരാറിലായിപ്പോയി മാർച്ച് പകുതിയായപ്പോൾ. റിലേഷൻഷിപ്പിൽ ഡിസ്റ്റൻസ് കുറച്ച് വെച്ചു. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് കുറേയൊക്കെ സോൾവ് ആക്കിയിട്ടുണ്ടാവും. ഇമോഷണലി കുറച്ച് ബ്രേക്ക് ഡൗൺ എന്തായാലും ഉണ്ടാവും. മെൻ്റൽ സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്തു. സ്ട്രെസ്സും ഉണ്ടാവും. പോരാത്തതിന് ഒറ്റപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ നേരത്തെ പറഞ്ഞ പോലെ. ഏപ്രിൽ മാസത്തിൽ ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്ക് കരിയറിൽ വരും. പുതിയൊരു ഡയറക്ഷൻ, അതായത് വെച്ചാൽ പുതിയൊരു ജോലി കിട്ടാൻ, പഴയ ജോലി പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ശക്തിയായിട്ട് സ്ട്രോങ് കംബാക്ക് എന്തായാലും ഉണ്ടാവും. പോയ കോൺഫിഡൻസ് നിങ്ങൾക്ക് തിരിച്ചു വരും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഉള്ളതുപോലെ തന്നെ വരേണ്ട എമൗണ്ടൊക്കെ എന്തായാലും വരും. ഇൻകം സ്ലോലി കുറച്ച് ഇൻക്രീസ് ചെയ്യും. പുതിയൊരു സോഴ്സ് നിങ്ങൾ തപ്പും. സാമ്പത്തിക വേറെ ഏതെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ നല്ല ഡീപ്പ് ഫോക്കസ് വേണം. റിസർച്ച് മൈൻഡ് സെറ്റാണ്. പവർഫുൾ ലേണിങ്ങുമാണ്. റിലേഷൻഷിപ്പിൽ ഏപ്രിലിൽ നല്ല ഇൻറ്റൻസ് ആവും. സ്ട്രോങ് ഇമോഷൻസ് ഉണ്ടാവും. നല്ല ഡീപ്പ് കണക്ഷനും നിങ്ങൾക്ക് വരും. ചിലർക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായത് നിങ്ങളത് ഏപ്രിലിൽ അവസാനിപ്പിക്കുന്നത് നല്ലത്. അതിങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രം മുൻതൂക്കം കൊടുക്കുക. ബിസിനസ്സിൽ കുറച്ച് ട്രാൻസ്ഫോമാണ്. പുതിയ സ്ട്രാറ്റജി ഏപ്രിൽ ആദ്യം തന്നെ ഉപയോഗിക്കുക. അതുകൊണ്ട് ഏപ്രിൽ ആദ്യം കുറച്ച് നിങ്ങൾക്ക് ബിസിനസ് വികസിക്കാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം എന്തായാലും കുറച്ച് ഡൗൺ ആയിരിക്കും. അതുകൊണ്ട് വിചാരിക്കാത്തൊരു ലാഭം ചിലപ്പോൾ ഏപ്രിൽ ആദ്യത്തെ ഒരു 15 ദിവസം കിട്ടാൻ സാധ്യതയുണ്ട്. ഏപ്രിലിൽ നിങ്ങളുടെ ഇന്നർ പവർ ആക്ടിവേറ്റ് ആവും. വീക്ക് ആവാൻ നിൽക്കരുത്. നിങ്ങൾ വീക്കല്ല. നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. ആങ്കർ, ദേഷ്യം കൺട്രോൾ ചെയ്യണം. ഭയങ്കര ബോൾഡായിട്ടുള്ള ഡിസിഷൻ അത് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഉത്രട്ടാതി നക്ഷത്രം. നിങ്ങളങ്ങനെ
വലിയ ശക്തിയിൽ ലൗഡായിട്ടൊന്നും വിജയിക്കില്ല. എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും കാണിക്കണ രീതിയിൽ, എല്ലാവരും അറിയണ രീതിയിൽ ഒരു വിജയമൊന്നും ഉണ്ടാവില്ല. സൈലന്റ് ആയിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ കാര്യങ്ങൾ ബിൽഡ് ചെയ്തു വരുന്നവരായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ കാം ആയിരിക്കും, നല്ല ക്ഷമയുള്ളവരാണ്, ഇമോഷണലി നല്ല ഡെപ്ത് ഉള്ളവരാണ്. പക്ഷെ ആരും പറയാത്തൊരു ഇഡൻ ട്രൂത്ത് ഉണ്ട്, ഡെസ്റ്റിനി കൺട്രോളർ എനർജി. നിങ്ങൾക്കൊരു ഡെസ്റ്റിനി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു അവസാനം നിങ്ങൾ എന്തായാലും കണ്ടുവച്ചിട്ടുണ്ടാവും, അവിടം വരെ എത്തണം എന്നുള്ളൊരു വിചാരം എപ്പോഴും ഉണ്ടാവും. ഞാൻ സംസാരിക്കുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് വായൽ വരാറുണ്ട്, അത് പലർക്കും മനസ്സിലാവില്ല എന്നുള്ളത് കമന്റ് ബോക്സിൽ വരുന്നു. അത് അറിയാണ്ട് വന്നു പോവുകയാണ്. ഞാൻ പരമാവധി അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലോ ജാതകത്തിൽ നിങ്ങളുടെ നോക്കണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാവുന്നതാണ്. നിങ്ങൾ സ്ലോ ആണെങ്കിലും സ്ട്രോങ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യും. സ്റ്റെബിലിറ്റി മൈൻഡ് സെറ്റാണ്, കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റേബിളായിട്ട് നന്നായിട്ട് തന്നെ പോകണം എന്നുള്ള ആഗ്രഹമാണ്. അങ്ങനെ കയറ്റിറക്കങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ജീവിതം ഭയങ്കര ഡീപ്പായിട്ടൊന്ന് ആനലൈസ് ചെയ്യും, ഭയങ്കരമായിട്ട് പഠിക്കും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് ആയിരിക്കും. മറ്റുള്ളവരുടെ തീരുമാനത്തിൽ നിങ്ങൾ അംഗീകരിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ ഫെയിലിയർ തന്നെ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങൾ തോറ്റു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ വെറുതെ ഒരുപാട് ചിന്തിച്ചിരിക്കും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം സ്ലോയിലേ പോവുള്ളൂ. അത് കുറച്ച് നല്ലതുമാണ്, പക്ഷെ ജാതകപ്രകാരം അത് ഒരു ഡാർക്ക് സൈഡായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് നല്ല ക്ഷമയുണ്ട്, അതുകൊണ്ട് സ്റ്റെബിലിറ്റി ഉണ്ടാവും, പവർഫുൾ ഡിസിഷൻ എടുക്കും. നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്താ വെച്ചാൽ സമയം, നിങ്ങൾക്ക് ഇഷ്ടം ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് സമ്പത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ കാര്യങ്ങളെല്ലാം സ്ലോ ആയിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, റെസ്പോൺസിബിലിറ്റി കൂടിപ്പോയി. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്, വരവിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വരവൻ ചിലവെല്ലാം ഒരേപോലെ തന്നെയായിരുന്നു. വളർച്ചയൊന്നും എന്തായാലും മാർച്ച് മാസത്തിൽ ഉണ്ടായിരുന്നില്ല. മുന്നേ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു മാർച്ച് മാസത്തിൽ. എക്സ്പെൻസ് പക്ഷേ കൂടുതൽ കൺട്രോൾ ചെയ്യേണ്ടി വന്നു. റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ഡെപ്ത് മാർച്ച് മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒരു കൺഫ്യൂഷൻ പാർട്ട്ണറോട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ നിശബ്ദത പാലിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങൾ ഭയങ്കര ടയേർഡായിട്ടുണ്ടാവും മാർച്ച് മാസത്തിൽ. ഒരുപാട് ആലോചിക്കുകയും ചെയ്യും, എപ്പോഴും ഒരു ചേഞ്ച് വരും എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. മാർച്ച് മാസം നിങ്ങളെ നന്നായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്തു. അത് നിങ്ങളുടെ സ്റ്റെബിലിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചാൽ മതി. ഏപ്രിൽ മാസത്തിൽ കരിയറിൽ ഇതേ ഡിലേ തന്നെ കാണുന്നുണ്ട്, പക്ഷെ അതിലൊരു ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. മറ്റുള്ളവർ കുറച്ച് ബഹുമാനിക്കും. ഒരു പെർമനന്റ് സക്സസ് എന്തായാലും ഏപ്രിലിൽ ഉണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ മാർച്ചിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഏപ്രിലും ഉണ്ടായിരുന്നു. സേവിങ്സ് കുറച്ച് ഇൻക്രീസ് ആവും. ലോങ് ടേം വെൽത്ത് എന്തായാലും ബിൽഡ് ചെയ്യും. പ്രോപ്പർട്ടി അസറ്റ് ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. ഒരു സെക്യൂർ ആവും ഫിനാൻഷ്യൽ. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ നല്ല ഡീപ്പായിട്ട് പഠിക്കണവരാണ് നിങ്ങൾ, ഭയങ്കര ഡീപ്പായിട്ട് പഠിക്കണവരാണെങ്കിൽ നല്ല സ്ട്രോങ് ഫോക്കസും ഉള്ളവരാണ്. അതുകൊണ്ട് വിജയ സാധ്യത കൂടുതലാണ്. റിലേഷൻഷിപ്പിൽ ഇമോഷണൽ കണക്ഷൻ നല്ല സ്ട്രോങ് ആണ്. ട്രസ്റ്റ് നല്ല ഇൻക്രീസ് ആവും. ചിലർക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് ചാൻസ് ഒക്കെ ചിലപ്പോൾ ആ സംസാരം എന്തായാലും ഉണ്ടാവും. ചിലർക്ക് മാരേജ് കമ്മിറ്റ്മെൻറ്റ് ചാൻസ് ഒക്കെ സംസാരം എന്തായാലും ഉണ്ടാവും. കുറച്ച് സമാധാനത്തോടെ കാര്യങ്ങൾ പോകും, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ബിസിനസ്സിൽ ഏപ്രിൽ ആദ്യം കുറച്ച് ലാഭം ഉണ്ടാവും, അതിന് ശേഷം കുറച്ച് താഴേക്ക് തന്നെയാണ് പോകുന്നുണ്ടാവുക. കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള എക്സ്പാൻഷൻ നിങ്ങൾ ആഗ്രഹിക്കും, കുറച്ച് കൂട്ടണം എന്നുള്ളത്. ബ്രാൻഡ് വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങൾ സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്തത് അത് അവിടെ തന്നെ കാണും, നിങ്ങൾക്കത് ഫീലാവും. ആളുകൾ നിങ്ങളെ എന്തായാലും വിശ്വസിക്കും, റെസ്പെക്റ്റും ചെയ്യും. നിങ്ങൾക്ക് ലക്ഷറി ആർഭാടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതെന്തായാലും ഭാവിയിൽ തേടി വരും. പക്ഷെ ഒരുപാട് ഇങ്ങനെ ആലോചിക്കരുത്, അത് ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ ഇപ്പോൾ പറഞ്ഞാലും അത് നിങ്ങൾ ആലോചിച്ചും കൊണ്ടേ ഇരിക്കും. അതിലിപ്പോൾ വേറെ കൺസൾട്ട് ചെയ്യേണ്ടി വരും എന്തായാലും. അതുകൊണ്ട് ഡിലേ കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം അങ്ങനെ താഴ്ത്തി ഇടുന്നത് അത്ര നല്ലതല്ല, പക്ഷെ ക്ഷമ കൈവിടരുത്. രേവതി നക്ഷത്രക്കാർ ജീവിതത്തോട് ചിലപ്പോൾ ഫൈറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ജയിക്കില്ല.
അവർ ലൈഫ് ഡിവൈൻ ടൈമിംഗ് കൊണ്ട് മാറും. നിങ്ങൾ അതിൽപ്പെട്ട ഒരു ആളാണ്. ഇമോഷണലി മാർച്ച് മാസം നിങ്ങൾ കുറച്ച് വീക്ക് തന്നെയായിരുന്നു. വെയിറ്റ് ചെയ്ത പല കാര്യങ്ങളും മിക്കവാറും ഏപ്രിലിന് കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. രേവതി നക്ഷത്രക്കാരെ കുറിച്ച് എല്ലാവരും പറയുന്നത് ഭയങ്കര കൈൻഡാണ്, ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര ഇമോഷണലാണ്. ആരും പറയാത്ത ഹിഡൻ ട്രൂത്ത് ഉണ്ട്, ഡിവൈൻ പ്രൊട്ടക്ഷൻ എനർജി ഉണ്ട്. നിങ്ങൾക്ക് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വാസം കൂടുതലായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പൈസയൊന്നും ചിലപ്പോൾ ഉണ്ടായി എന്നൊന്നും വരില്ല. പക്ഷെ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് ഏതെങ്കിലും വഴിക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടപ്പെട്ട ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ രക്ഷപ്പെടും. ഏതെങ്കിലുമൊക്കെ വഴിക്ക് നിങ്ങൾക്കൊരു അൺസീൻ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് ബാഡ് സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ രക്ഷപ്പെടും. മറ്റൊരു സീക്രട്ട് എന്താ വെച്ചാൽ കംപ്ലീഷൻ പവർ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ലേറ്റ് ആയാലും നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യും. കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ ഇടും, പക്ഷെ അത് മെല്ലെ മെല്ലെ തീർക്കുള്ളൂ. ഹീൽ ചെയ്യാനുള്ള കഴിവ് നല്ല എനർജി ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേണം. ഡാർക്ക് സൈഡ് എന്താ വെച്ചാൽ ഒരുപാട് മറ്റുള്ളവർ വിശ്വസിക്കും, പെട്ടെന്ന് ഹേർട്ടാവും, മനസ്സിൽ പെട്ടെന്ന് ഹേർട്ടാവും. ഇമോഷണൽ പെയിനും വളരെ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ലക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ആയിട്ട് രക്ഷിക്കാനും ഉണ്ടാവും. സമാധാനപരമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. നിങ്ങളുടെ സ്ട്രഗിൾ അത് സക്സസ് ആവും. അതാണ് നിങ്ങളുടെ പ്രത്യേകത. മാർച്ച് മാസം ഒരു ഇമോഷണൽ മന്തായിരുന്നു. കാര്യങ്ങളിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ സ്ലോ ആയിരുന്നു. മോട്ടിവേഷനും കുറവായിരുന്നു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ അൺസ്റ്റേബിൾ ആയിരുന്നു. എക്സ്പെൻസും ഉണ്ടായിരുന്നു. സേവിങ്സും കുറഞ്ഞു പോയി. റിലേഷൻഷിപ്പിൽ ഇമോഷണലി ഹേർട്ടായി. ട്രസ്റ്റ് ഇഷ്യൂ, ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങൾ സാഡായിരുന്നു. കുറച്ച് കരയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവും. ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതൊക്കെ നിങ്ങളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ പെൻഡിങ് ആയിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പുതിയ ഓപ്പർച്യൂണിറ്റി വരും. സ്ട്രെസ്സ് കുറയും. ഒരു സ്മൂത്തായിട്ട് ചെറിയൊരു വളർച്ച കാണും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ മണി എന്തായാലും ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യും. ട്രക്കായിട്ടുള്ള മണിയൊക്കെ കിട്ടും. വിചാരിക്കാത്ത ഒരു ഗെയിൻ എന്തായാലും ഉണ്ടാവും. ഫൈനാൻഷ്യലി റിലീഫ് തന്നെയായിരിക്കും, പ്രശ്നമൊന്നുമില്ല. എഡ്യൂക്കേഷനിൽ ക്ലാരിറ്റി വരും. ഫോക്കസ് ഇമ്പ്രൂവ് ആവും. റിസൾട്ടും നല്ലത് തന്നെയായിരിക്കും. ഏപ്രിൽ റിലേഷൻഷിപ്പിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും ക്ലിയർ ആവും. ഇമോഷണൽ കണക്ഷൻ കുറച്ചും കൂടി സ്ട്രോങ് ആവും. ചിലരെ പറ്റി കല്യാണത്തിനെ പറ്റി സംസാരിക്കാനൊക്കെ സാധ്യതയുണ്ട്. പ്രണയത്തിൽ സമാധാനം തന്നെയായിരിക്കും ഉണ്ടാവുക. ബിസിനസ്സിൽ പെൻഡിങ് ആയിട്ടുള്ള ഡീൽസ് കംപ്ലീറ്റ് ചെയ്യും. നല്ല ഒരു ചെറിയൊരു ലാഭം നിങ്ങൾക്ക് അതിൽ പ്രതീക്ഷിക്കാം. സ്ട്രെസ് ഫ്രീ ഗ്രോത്ത് തന്നെയാണ് ഏപ്രിലിൽ ഉണ്ടാവുക. ഈ ഡിവൈൻ ലക്ക് വീണ്ടും ഏപ്രിലിൽ ആക്ടിവേറ്റ് ആവാൻ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരാതിയല്ല പറയേണ്ടത്, ശാന്തതയുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് വേണ്ടത്. പരമാവധി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുകയോ ഒറ്റയ്ക്ക് സംസാരിക്കണമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നുള്ള ഒരു ഫീലിങ്സ് ഏപ്രിലിൽ ഉണ്ടാവും. അതങ്ങനെ തന്നെയാണ്. ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പുതിയ ഓപ്പർച്യൂണിറ്റി വരും. നിങ്ങൾ മെല്ലെ ലക്ഷറി ലൈഫിലേക്ക്, ആർഭാടത്തിലേക്ക് കുറച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരെയും അധികം വിശ്വസിക്കേണ്ട. ഇമോഷണൽ കൺട്രോൾ എന്തായാലും ചെയ്യണം. ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യണം. സമാധാനപരമായിട്ടുള്ള ഒരു മന്ത് തന്നെയായിരിക്കും ഏപ്രിൽ ഉണ്ടാവുക. പക്ഷെ ഒരുപാട് ഡൗൺ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഡൗൺ ഉണ്ടാവും. പക്ഷെ പേഴ്സണലി അങ്ങനെ ഹേർട്ട് ആവണ പ്രശ്നമൊന്നുമില്ല.